കർത്താവിന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഉത്തമഗീതത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നാം വന്നു. നമ്മൾ ആ ചിന്തിച്ചതിന്റെ തുടർച്ചയായിട്ട് 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യം കൂടെ ചിന്തിച്ചിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. നീ എന്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ടു ചുംബിക്കുമായിരുന്നു, ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു. നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എന്റെ മാതളപ്പഴത്തിന്റെ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. അവന്റെ ഇടങ്കൈ എന്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോട് ആണയിട്ട് അപേക്ഷിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിന്റെ വാസ്തവത്തിൽ അത് ഒരു ചെറിയ അളവിൽ അവസാനിക്കുന്ന 4-ാം വാക്യത്തിലാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം ഇന്നലെ ആയതുകൊണ്ട് നമ്മുടെ ഓർമ്മയിലുണ്ട്. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ആത്മീയമായി വളരെ ഉന്നമനമായ ഒരു ഉന്നത നിലവാരത്തിലേക്ക് ശൂന്യമേ ഉയർന്നു കഴിഞ്ഞു. നമുക്ക് അവളുടെ സ്നേഹം പ്രകടമാക്കുവാനായിട്ട് അവൾ വളരെ തത്രപ്പെടുകയാണ്. പ്രിയൻ ആഗ്രഹിച്ച ആ നിലവാരത്തിലേക്ക് അവൾ ഉയർന്നു കഴിഞ്ഞു. ഇവിടെ അവൾ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. നീ എന്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു. ഐ വുഡ് കിസ് ദീ, ഞാൻ നിന്നെ ചുംബിച്ചേനെ. നമ്മൾ 1:2 വായിക്കുകയുണ്ടായി. നമ്മൾ ആരംഭിച്ച എങ്ങനെയാണ് ഉത്തമഗീതം? പ്രിയനോട് പ്രിയ ആവശ്യപ്പെടുകയാണ്, അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. അവന്റെ അധരചുംബനമാണ് അവൾ ആഗ്രഹിച്ചത്. എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകളും സന്തോഷവും അനുഭവിച്ച് മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ അവന്റെ മഹത്വവും സ്നേഹവും ആസ് ഹെയർ ഓൺ പൊസഷൻ, അവളുടെ സ്വന്തം പൊസഷനെ പോലെ അവൾ ആഗ്രഹിച്ച ആഗ്രഹമാണ് 1:2 പ്രകടമായത്. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. എന്നാൽ ഇവിടെ വന്നപ്പോൾ അത് തിരിഞ്ഞു. ഇപ്പോൾ അവൾ പറയുകയാണ്, ഐ വുഡ് കിസ് ദീ, ഞാൻ നിന്നെ ചുംബിച്ചേനെ. നോക്കുക, അവനിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളല്ല ഇന്ന് അവളുടെ ലക്ഷ്യം. ഇന്ന് അവളുടെ ലക്ഷ്യം എനിക്ക് എന്റെ പ്രിയനെ തൃപ്തിപ്പെടുത്തണം, അവൻ തൃപ്തി അടയണം, അവൻ സംതൃപ്തനായി മാറണം, അവൻ എന്നെ ചുംബിക്കാനാണ് ആദ്യം അവൾ ആഗ്രഹിച്ചെങ്കിൽ ഇവിടെ അവൾ പറയുകയാണ്, ഞാൻ അവനെ ചുംബിക്കാം. എന്നാൽ ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നീ എന്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ സ്ത്രീ പുരുഷന്മാർ പരസ്യമായി ചുംബിക്കാറില്ല. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അത് സാധ്യമല്ലായിരുന്നു. അവരുടെ ഡീസൻസിക്ക് അത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഏക ഒഴിവ് അവിടെ ഉണ്ടായിരുന്നത് ഒരു കുടുംബത്തിലുള്ള സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ചുംബനമാണ്. ആ വിധത്തിലുള്ള ഒരു ചുംബനമാണ് സങ്കീർത്തനം 2:12 നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ ചുംബനമാണ് വാസ്തവത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ, നീ എന്റെ സഹോദരനായിരുന്നുവെങ്കിൽ എന്നവൾ പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്നേഹം വെളിയിൽ വെച്ച് പ്രകടമാക്കുവാൻ അവൾ കൊതിക്കുകയാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചില്ലേ, അവിടെ വെച്ച് ഞാൻ എന്റെ സ്നേഹം നിനക്ക് തരാം. വെളിമ്പ്രദേശത്തേക്ക് പോവുകയാണ്, ആ വയലിലേക്ക് പോവുകയാണ്, മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുകയാണ്, അധികാലത്ത് എഴുന്നേൽക്കുകയാണ്, അവൾ അധ്വാനിക്കുകയാണ്. അതാണ് നമ്മൾ 7-ാം അധ്യായത്തിന്റെ അവസാനം വായിച്ചു നിർത്തിയത്. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രേമം നിനക്ക് തരാം. ഇവിടെ പറയുകയാണ്, വെളിയിൽ വെച്ച്. നമ്മളിവിടെ വായിക്കുന്ന പദം ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിന്നെ വെളിയിൽ കണ്ട്. ലോകത്തിലുള്ള കാര്യമാണ്. ലോകത്തിൽ വെച്ച് ഞാൻ നിന്നെ ചുംബിച്ചേനെ, മറ്റുള്ളവർ എന്നെ നിന്ദിക്കാതിരിപ്പാൻ. നീ എന്റെ സഹോദരനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിച്ചേനെ എന്ന് അവൾ പറയുകയാണ്. അവളുടെ സ്നേഹത്തിന്റെ ആധിക്യമാണ് ഇവിടെ കാണുന്നത്. ഇതോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനം 2:12 നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. വാസ്തവത്തില് യേശുക്രിസ്തുവിനെ നമ്മൾ ചുംബിച്ചത് പരസ്യമായിട്ട് തന്നെയാണ്. അവൻ നമ്മുടെ അടുത്ത ബന്ധുവായി മാറി, കിൻസ്മാനായി. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ അവൻ നമ്മളെ സഹോദരൻ എന്ന് വിളിപ്പാൻ തക്കവണ്ണം വാസ്തവത്തിൽ ഒരു പിതാവിന്റെ മക്കളായി നമ്മൾ തീരുകയാണ്. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, അവൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് എന്ന് നാം വായിക്കുന്നു. ഇതെല്ലാം അതുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് വായിക്കുന്നുണ്ട്, എന്റെ അമ്മയുടെ മുല കുടിച്ച് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഓഫ് ലോർഡ്സ് ഇൻകാർണേഷൻ, യേശുക്രിസ്തുവിന്റെ ഈ ലോക അവതാരത്തിന്റെ യാഥാർത്ഥ്യമാണ് ആ പദത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുന്നത്, ദൈവദാസന്മാർ കാണിക്കുന്നു. അപ്പോൾ ആ 1-ാം വാക്യത്തില് വെളിയിൽ കണ്ട് ചുംബിക്കാമായിരുന്നു. എന്നാൽ 2-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അത് സഭയ്ക്കുള്ളിലാണ്, ലോക്കൽ അസംബ്ലിയാണ്. നോക്കുക, വെളിയിൽ വെച്ച് ഞാൻ നിന്നെ ചുംബിച്ചേനെ. മാത്രമല്ല, നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് എന്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയേനെ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അമ്മയുടെ വീട് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഗലാത്യർ 4:6 മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് മീതെയുള്ള അമ്മയാൽ ജനിക്കപ്പെട്ടവര്. അവരുടെ വീടെന്ന് പറയുന്നത് സ്ഥലസഭയാണ്.
നമ്മൾ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിച്ചു, നമുക്കൊരു വീടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 4-ൽ വായിച്ചു, ആ വീട് വീഞ്ഞു വീടാണ്. അവൻ എന്നെ വിരുന്നു വീട്ടിൽ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വാസ്തവത്തിൽ അത് ലോക്കൽ അസംബ്ലിയാണ്, സ്ഥലസഭയാണ്. ഇപ്പോൾ പ്രിയ പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ വെളിയിൽ വെച്ച് ചുംബിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ എന്റെ അമ്മയുടെ വീട്ടിൽ ലോക്കൽ ചർച്ചിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? നീ എന്നെ ഉപദേശിക്കുകയാണ്. ഇൻസ്ട്രക്ട് മീ. ഇത് വലിയൊരു അവളുടെ ആത്മീയ വളർച്ച കാണിക്കുകയാണ്. അത്രത്തോളം വളർന്നിട്ടും അവളുടെ വിനയം ഇവിടെ പ്രകടമാകുന്നു. നീ എന്നെ ഉപദേശിപ്പാൻ. ആ വാക്ക് നോക്കിയാട്ടെ. ഒരു വിധത്തിൽ ആത്മീയ വളർച്ചയൊക്കെ സംഭവിച്ചവർക്ക് വാസ്തവത്തിൽ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ അവൾ പറയുകയാണ്, നീ എന്നെ ഉപദേശിക്കേണ്ടതിന് അവിടോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് ചെല്ലുക മാത്രമല്ല, അവനെ സന്തോഷിപ്പിക്കുവാൻ സുഗന്ധവർഗം ചേർത്ത് വീഞ്ഞും എന്റെ മാതളപ്പഴത്തിന്റെ ചാറും നിനക്ക് കുടിക്കാൻ തരുമായിരുന്നു. നേരത്തെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. നോക്കുക, യഹൂദന്മാരുടെ മധ്യത്തില് വളരെ പ്രസിദ്ധമായ പാനീയമായിരുന്നു സുഗന്ധവർഗം ചേർത്ത വീഞ്ഞ്. ഇന്നും ഗൾഫിലൊക്കെ ചെന്നാൽ ഇതുപോലെയുള്ള പാനീയങ്ങളൊക്കെ കിട്ടാറുണ്ട്. വളരെ റിഫ്രഷിംഗ് ആണ്. സുഗന്ധവർഗം ചേർത്ത, സൗരഭ്യം ചേർത്ത, നമ്മൾ ഇന്ന് എസൻസ് ചേർക്കുന്ന പോലെ ഒരു രുചിയൊക്കെ ചേർത്ത ഒരു പ്രത്യേക വിധമായ ഒരു പാനീയം. 2:4 വായിച്ചല്ലോ, അവൻ എന്നെ വിരുന്നു വീട്ടിൽ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. കർത്താവ് ഈ ലോകത്തിൽ വെച്ച് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. യോഹന്നാൻ 19:28. അവസാനമായി ലോകത്തോട് അവന്റെ ശാരീരികമായ വ്യഥയിൽ അവന് ഉറക്കെ ചോദിച്ചൊരു കാര്യം, എനിക്ക് ദാഹിക്കുന്നു. എന്നാൽ ലോകം അവന് കുടിക്കാൻ കൊടുത്തത് പുളിച്ച വീഞ്ഞാണ്. പുളിച്ച വീഞ്ഞ്, കുടിക്കുവാൻ സാധ്യമല്ലാത്ത. അവൻ രുചിച്ചു നോക്കിയിട്ട് അത് കുടിച്ചു നോക്കിയില്ലേ. എന്നാൽ ഇന്ന് ദൈവസഭ അവന് കൊടുക്കുന്നത് എന്താണ്? സുഗന്ധവർഗം ചേർത്ത വീഞ്ഞാണ്. ലോകം അവന് കൊടുത്തത് പുളിച്ച വീഞ്ഞാണ്. മർക്കോസ് 15:33 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് പുളിച്ച വീഞ്ഞ് കൊടുത്തു. അത് കുടിച്ച് രുചിച്ചു നോക്കിയാറേ അവന് കുടിക്കുവാൻ കഴിഞ്ഞില്ലേ. എന്നാൽ പ്രിയ എന്ന് കൊടുക്കുന്നത് മുന്തിരിച്ചാറാണ്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലങ്ങൾ. അത് സുഗന്ധം ചേർത്തിരിക്കുകയാണ്. നമ്മൾ ഓർത്തു, സുഗന്ധ ചൂർണങ്ങൾ കൊണ്ട് പരിമളപ്പെട്ടിരിക്കുകയാണ് അവൾ കർത്താവിന്റെ ആ വാസ്തവത്തിൽ സ്വഭാവം അവളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് ആത്മാവിന്റെ ഫലം, ആ വീഞ്ഞ്, മുന്തിരിക്കുല, കഴിഞ്ഞ 7-ാം അധ്യായത്തിൽ വളരെയധികം പഠിച്ചു. അവളുടെ മാർവിലൊക്കെ മുന്തിരിക്കുല പോലെ കിടക്കുകയാണ്. അവളുടെ എണ്ണാക്ക് മേത്രമായി വീഞ്ഞുകൊണ്ട് നിറഞ്ഞു. പ്രിയന് കൊടുക്കുവാനുള്ളതും ആത്മാവിന്റെ ആ ഫലങ്ങൾ, ആ സൗരഭ്യം നിറഞ്ഞ ഫലങ്ങൾ മാത്രമല്ല, എന്റെ മാതളപ്പഴത്തിന്റെ ചാറ്. എന്താണത്? അവളുടെ ജീവന്റെ തുടിപ്പാണ്. അവളുടെ ജീവന്റെ തുടിപ്പാണ്. നമ്മൾ ഓർത്തു, മാതളനാടകം സമൃദ്ധമായ ജീവനെ കാണിക്കുന്നു. എന്റെ പ്രിയൻ എനിക്ക് കൊടുക്കാനായിട്ടുള്ളത്, നോക്കുക, ഈ ലോകം അവന് കൊടുത്തത് പുളിച്ച വീഞ്ഞാണ്. ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവന് കുടിക്കാൻ കൊടുത്തതാണ്. എനിക്ക് കൊടുക്കാനായിട്ടുള്ളത്, എന്നെ ഇന്ന് രൂപാന്തരപ്പെടുത്തി എന്റെ ഹൃദയത്തിൽ ഇത്ര ആനന്ദം തന്നെ പ്രിയനെ എനിക്ക് കൊടുക്കാനായിട്ടുള്ളത് ഈ പാനീയമാണ്, ഈ വീഞ്ഞാണ്. നമ്മൾ യാഗങ്ങൾ പഠിക്കുമ്പോൾ ലേവ്യർ 23:13, സംഖ്യാപുസ്തകം 15:7 അവിടെയൊക്കെ വായിക്കുന്നുണ്ട്. കാൽഹീർ വീഞ്ഞ് ഒരു പാനീയയാഗമായി യാഗത്തിൽ ഒഴിക്കുന്നു, സന്തോഷത്തെ കാണിക്കുകയാണ്. ആ യാഗവസ്തു ഇങ്ങനെ യാഗപീഠത്തെങ്കിൽ ചാമ്പലാകുമ്പോൾ കുറച്ച് വീഞ്ഞെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ആ വീഞ്ഞ് നിമിഷങ്ങൾ കൊണ്ട് അഗ്നികുണ്ഡത്തിൽ അത് ഇല്ലാതായി പോകും. പൗലോസ് തന്റെ ജീവിതാന്ത്യത്തിൽ പറയുന്നു, ഞാനോ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. പൗലോസ് എല്ലാം കൊടുത്തു, ഇനി ആകെ കൊടുക്കാനുള്ളത് ജീവിതമാണ്. ആ ജീവിതത്തെ പൗലോസ് പറഞ്ഞു, ഈ ജീവിതം കൂടെ ഞാൻ പാനീയയാഗമായി, ദുഃഖത്തോടെയല്ല സന്തോഷത്തോടെ ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ നമ്മെ സ്നേഹിച്ച് സന്തോഷം, മുന്നിൽ വെച്ച സന്തോഷം, ഇന്നലെയും നമ്മൾ ഓർത്തു, മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ അവൻ സഹിച്ചു. ആ സന്തോഷമാണ് ഈ പാനീയയാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ എത്രയോ സന്തോഷിച്ചുകൊണ്ട് ആ കഷ്ടതയിലൊന്നും അവൻ പിന്മാറാതെ അവൻ തന്നെത്താൻ ഏൽപ്പിച്ച് എന്നെ വീണ്ടെടുത്ത് എനിക്ക് ഈ സന്തോഷങ്ങൾ പകർന്നു തന്നെങ്കിൽ എനിക്കിന്ന് എന്റെ പ്രിയന് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ ഓർത്തതുപോലെ സുഗന്ധവർഗം ചേർത്ത വീഞ്ഞാണ്, എന്റെ മാതളപ്പഴത്തിന്റെ ചാറാണ്. ഈ ലോകം അവന് കൊടുത്തത് പുളിച്ച വീഞ്ഞാണ്. ആ കയ്പ് കുടിക്കാൻ കൊടുത്തെങ്കിൽ എനിക്ക് കൊടുക്കാനുള്ളത് ഈ ഏറ്റവും മേത്രമായ പാനീയമാണ്. വാസ്തവത്തിൽ ഇന്ന് സഭ അവന്റെ ദാഹത്തിന് ശമനം കൊടുക്കുന്നു. ഇന്ന് സഭ വാസ്തവത്തിൽ അവനെ സ്നേഹിക്കുന്നവർ അവന് മടക്കി കൊടുക്കുന്നത് ഈ മനോഹരമായ പാനീയമാണ്. നമ്മുടെ പ്രിയൻ അതുകൊണ്ട് സന്തോഷിക്കുകയാണ്. 3-ാം വാക്യവും 4-ാം വാക്യവും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഒരല്പം വ്യത്യാസം അവിടെയുണ്ട്. അവന്റെ ഇടം കൈ എന്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. ആണിപ്പഴുതുള്ള കരങ്ങൾ ഇടം കൈയിൽ അവളെ കിടത്തി, വലങ്കരങ്ങൾ കൊണ്ട് ആണിപ്പഴുതുള്ള കരത്താൽ അവളെ ആശ്ലേഷിക്കുകയാണ്, ബദ്ധയായിരിക്കുകയാണ്. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ നീ ഒരിക്കലും അവളെ വിട്ടുപോകാതെ ആ ആണിപ്പഴുതുള്ള കരങ്ങൾ കൊണ്ട് അവളെ താങ്ങി, വാസ്തവത്തിൽ അവളോടുള്ള അഫെക്ഷന്റെ ആ സുരക്ഷിത ബോധം അവൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അവൾ കൊതിക്കുമ്പോൾ
അവൾ ആഗ്രഹിക്കുമ്പോൾ അവള് 4-ാം വാക്യത്തിൽ പറഞ്ഞ വാക്ക് അല്പം വ്യത്യാസമുള്ളൊരു വാക്യമാണ്. നമുക്ക് നോക്കാം. വാക്യം ഇങ്ങനെയാണ്: യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിന് ഇഷ്ടമാകുവോളും അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. നമ്മൾ ഈ വാക്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2:7 3:5 വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത്, അവിടെ പ്രിയനാണ് പറഞ്ഞത്. ആ 2:7 3:5 പ്രിയനാണ് പറഞ്ഞത്. അവൾക്ക് ഇഷ്ടമാകുവോളും, പ്രേമത്തിന് തൃപ്തി അടയുവോളും അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്നാൽ ഇവിടെ വായിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചു കേൾപ്പിക്കാം. ഐ ചാർജ് യു, ഡോട്ടേഴ്സ് ഓഫ് ജെറുസലേം, ദാറ്റ് ഈസ് സ്റ്റെയർ നോട്ട് അപ്പ് നോർ awake മൈ ലവ് അണ്ടിൽ ഹീ പ്ലീസ്. അവൻ തൃപ്തി അടയുവോളും, മുൻപ് അവൾ തൃപ്തി അടയുവോളും അവളെ ശല്യം ചെയ്യരുതെന്നാണ് പ്രിയൻ പറഞ്ഞത്. അവൾ തൃപ്തി അടയുവോളും. ഇവിടെ വരുമ്പോൾ അണ്ടിൽ ഹീ പ്ലീസസ്, അവന് തൃപ്തി അടയുവോളും അവൾ ഇന്ന് മടക്കി കൊടുക്കുകയാണ്. നോക്കുക, അതിന്റെ വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ്. അണ്ടിൽ ഹീ പ്ലീസ്. നേരത്തെ 2:7 3:5 അവൾക്ക് തൃപ്തി അടയുവാൻ തക്കവണ്ണം അവൾ സന്തോഷിക്കട്ടെ, അവളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇവിടെ അവൾ തന്നെ പറയുകയാണ്, അവൻ തൃപ്തി അടയട്ടെ. കർത്താവിന്റെ സംതൃപ്തി, അവന്റെ വീണ്ടെടുപ്പിന്റെ വേലയിൽ അവൻ കണ്ട് സംതൃപ്തി അടയുകയാണ്. അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം അവന് കൊടുക്കുകയാണ്. അവളുടെ പ്രാണന്റെ അഫെക്ഷൻ, അവൾക്ക് കൊടുക്കാനുള്ള മുന്തിരിച്ചാറ്, അവളുടെ പ്രയത്ന ഫലങ്ങള്, അവളുടെ വേലയുടെ ഫലങ്ങളൊക്കെ അവന് കൊടുത്തിട്ട് വാസ്തവത്തിൽ അവനെ തൃപ്തി അടയിക്കുന്ന ഒരു സഭയുടെ ചിത്രം, ശൂന്യമയുടെ ചിത്രം, ഒരു വിശ്വാസിയുടെ ചിത്രം ഇവിടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇനി നമുക്ക് 5-7 വരെയുള്ള വാക്യം നോക്കാം. ഈ കഥ അവസാനിക്കുകയാണ്, ഈ പ്രിയയുടെ. എന്നാൽ ആ കഥ അവസാനിക്കുമ്പോൾ അവിടെ ഒരു മനോഹരമായ ചിത്രം എന്താണ്? അവളുടെ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനി. നമുക്ക് ആ 5-7 വരെയുള്ള വാക്യത്തിന് ഒരു തലക്കെട്ട് വേണേ കൊടുക്കാം: ഹെർ ഒറിജിൻ ആൻഡ് ഹെർ ഡെസ്റ്റിനി. അവളുടെ ആരംഭവും അവളുടെ ലക്ഷ്യവും അന്ത്യലക്ഷ്യവും എന്താണെന്നുള്ളത് അവിടെ നമുക്ക് 5-7 വരെയുള്ള വാക്യത്തിൽ കാണിക്കുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. തിരുവചനത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വേദഭാഗമാണ് 5-7 വരെയുള്ള വാക്യം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവളാർ. നാരകത്തിൻ ചൂട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾ കീറ്റുനോവ് കിട്ടിയത്. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളുക. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നിവൃത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വലനവും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. വളരെ വളരെ മനോഹരമായ വാക്യങ്ങളാണ്. നമുക്ക് അവിടേക്കൊന്ന് കടന്നെല്ലാം. 5-ാം വാക്യത്തിൽ നോക്കുക, പറയുന്ന പദം എന്താണ്? ഹൂ ഈസ് ദിസ് ദാറ്റ് കമത്ത് ഔട്ട് അപ്പ് ഫ്രം ദ വിൽഡർനെസ് ലീനിങ് അപ്പോൺ ഹെർ ബെലവഡ്. പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് മരുഭൂമിയെ താണ്ടിക്കൊണ്ട് ഈ കയറി വരുന്ന ഇവളാരാണ്? യെസ്, 3-ാം വാക്യത്തിൽ നമ്മളത് കണ്ടില്ലേ? 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. മൂരും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ ചൂണ്ടങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പൂവത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നവനിവനാർ. മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നവനിവനാർ. ഇവിടെ എടുത്തു പറഞ്ഞു, ഹൂ ഈസ് ദിസ് ദാറ്റ് കമത്ത് അപ്പ് ഫ്രം ദ വിൽഡർനെസ് ലീനിങ് അപ്പോൺ ഹെർ ബെലവഡ്. പ്രിയന്റെ മാറുവിൽ ചാരിക്കൊണ്ട് മരുഭൂമിയെ തരണം ചെയ്ത് കടന്നു വരുന്ന ഇവൾ ആരാണ്? അത് ചോദിക്കുമ്പോൾ ഇതാരാ ചോദിച്ചതെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഒരുപക്ഷെ അവളുടെ വിശ്വാസ ജീവിതത്തിന് മുന്നേറ്റം കണ്ടുകൊണ്ട് ദൂതന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. അവളുടെ ജീവിതത്തിന്റെ പിറകിലോട്ട് കഥയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് അടുത്ത വാക്യങ്ങൾ. എന്നാൽ ഇവിടെ 1-2 ഭാഗങ്ങൾ നമുക്ക് നോക്കി കടന്നു പോകാം. ഈ പ്രിയ ഇന്ന് മരുഭൂമിയെ താണ്ടിക്കൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോവുകയാണ്. 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കുക. മരുഭൂമിയെ താണ്ടിക്കൊണ്ട് അവൾ വാഗ്ദത്ത നാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഏതൊരു വിശുദ്ധനും മരുഭൂമിയിലാണ് അവൻ നിൽക്കുന്നത്. നമുക്കറിയാം, സഭയെക്കുറിച്ച് നേരത്തെ പഠിച്ചു. ആ സഭ എൻഗതിയിലെ മുന്തിരിത്തോട്ടം, മരുഭൂമിയിലെ മുന്തിരിത്തോട്ടമാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചില്ലേ? എൻഗതിയിലെ മുന്തിരിത്തോട്ടം. മരുഭൂമി അപകടപൂർണമായൊരു സ്ഥലമാണ്. മരുഭൂമി ട്രാക്കില്ലാത്ത അല്ലെങ്കിൽ റോഡൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. മരുഭൂമി മരിച്ചു വീഴുന്ന ഒരിടമാണ്. അവിടെ അവരെ നിലനിർത്തുന്ന യാതൊന്നുമില്ല. ജലമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. മരുഭൂമി സാധാരണ പെട്ടുപോയാൽ ട്രാക്ക് തെറ്റി മരിച്ചു പോകും. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ജോലി ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയോ അകത്തോട്ടൊക്കെ കയറിയിട്ട് വഴി വിട്ടുപോകും. അതാണോ ഇങ്ങോട്ടാണോ, ചിലപ്പോൾ അങ്ങോട്ടാണെന്ന് വിചാരിച്ചൊക്കെ നടക്കുക. എവിടാണ് ആദ്യ അന്തം അല്ലെങ്കിൽ എങ്ങോട്ട് തിരിയണമെന്നൊന്നും അറിയില്ല. എങ്ങോട്ട് നോക്കിയാലും മണലാരണ്യം കിടക്കുകയാണ്.
അങ്ങനെ നടന്നിട്ട് ആളുകളെ കാണാതെ പോയി പിന്നീട് അവരെ ട്രേസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ കീഴില് മരിച്ചിരിക്കുന്നതായിട്ട് അവരെ കാണുന്നു. കാരണം എന്നാ, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ചിലപ്പോൾ അവർ പോകുന്ന മരുഭൂമിക്ക് അകത്തോട്ടായിരിക്കും. നാട്ടിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, ട്രാക്ക് അറിയില്ല, ഭക്ഷിപ്പാൻ ഭക്ഷണമില്ല, അവിടെ മരിച്ചു വീഴുകയാണ്. മാത്രമല്ല വളരെ വിഷം നിറഞ്ഞ ജന്തുക്കളും പാമ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ മരുഭൂമി. ഇതൊരു വിശുദ്ധനായിരിക്കുന്ന ഇടത്തെ കാണിക്കുന്നു. നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ഭക്ഷണം കിട്ടണം. നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഉയരത്തിൽ നമ്മളെ താങ്ങണം. ഇവിടെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ പാറയിൽ നിന്നുള്ള വെള്ളം നമുക്ക് ആവശ്യമാണ്. ആ വിധത്തിലാണ് ഒരു ദൈവജനത്തെ മരുഭൂമിയിൽ ദൈവം പുലർത്തുന്നത്. എന്നാൽ ഇവിടെ ഈ മരുഭൂമി ചൂടിൽ അവൾ ചൂടറിയാതിരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അവളുടെ പ്രിയന്റെ മാർവോട് ചാരുകയാണ്. ആ സ്നേഹമാണ്. പ്രിയന്റെ മാർവോട് നമ്മളിവിടെ വായിക്കുന്നു, ലീനിങ് ഓൺ ദ ബിലവഡ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് മോർ ആൻഡ് മോർ ലീനിങ് ഓൺ ഹിം. അവൾ ഓരോ ദിവസം കഴിയുന്തോറും അവനോട് കൂടുതൽ പറ്റുകയാണ്. അവനോടുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുന്നു, അവനോടുള്ള ഫെമിലിയാരിറ്റി വർദ്ധിക്കുന്നു, അവനോടുള്ള ക്ലോസ്നെസ് വർദ്ധിക്കുന്നു. അവനെ കുറച്ചുകൂടെ അടുത്തറിഞ്ഞു, അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു. അവന്റെ മാർവോട് അവൾ ചാരുകയാണ്. ആ പ്രിയന്റെ മാർവോട് ചാരിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് ആ മരുഭൂമിയുടെ വേദനയും ഒന്നും അറിയുന്നില്ലേ. ആ സ്നേഹമാണ് ആ മരുഭൂമിയുടെ വേദന അറിയാതെ മുന്നോട്ട് പോകുവാൻ, വൈഷമ്യം അറിയാതെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാക്കുന്നത്. നമുക്ക് ഏകദേശം ഇതുപോലുള്ള ഒരു ആശയം രൂത്തിന്റെ പുസ്തകം 1:16 രൂത്തിന്റെ പുസ്തകം. നവോമി രൂത്തിനോട് നീ നിന്റെ വീട്ടിലോട്ട് പൊയ്ക്കൊള്ളാൻ പറയുമ്പോൾ അവൾ എന്താ പറയുന്നത്? നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. യെസ്, ഇത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിനോടുള്ള സ്നേഹം, അവനോട് നമ്മൾ പറ്റി നിൽക്കുമ്പോൾ നമ്മൾ എത്ര തൃപ്തരായിത്തീരുന്നു. ഈ മരുഭൂമിയിൽ ഒന്നും നമ്മൾ പതറിപ്പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇവിടെ അവനോടുള്ള ഫെമിലിയാരിറ്റി, ക്ലോസ്നെസ്, അഫെക്ഷൻ ഒക്കെയാണ് ഈ ലീനിങ് അപ്പോൺ ദ ബിലവഡ്, പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് ആ മുന്നോട്ട് യാത്ര ചെയ്യുന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല നമ്മൾ അവനെ ലീൻ ചെയ്യുകയാണ്, അവനിൽ ചാരുകയാണ്. നമുക്ക് ആത്മീയമായ സകലത്തിലും അവനിൽ ചാരുകയാണ്. നമ്മുടെ നീതീകരണം, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, പുത്രത്വം എല്ലാത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ലീനിങ് അപ്പോൺ ഹിം, അവന്റെ മേൽ നമ്മൾ ചാരുകയാണ്. എപ്പാർട്ട് ഫ്രം ഹിം വി ഡോണ്ട് ഹാവ് എനിത്തിങ്. എപ്പാർട്ട് ഫ്രം ഹിം, യേശുക്രിസ്തുവിൽ നിന്ന് നമ്മളെ പിരിഞ്ഞെന്ന് നോക്കിയേ, നമ്മൾ ഒന്നുമില്ല. കർത്താവിൽ നിന്ന് നമ്മൾ പിരിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല. എന്നാൽ നമ്മൾ വായിക്കുന്നു, നമ്മളെ ക്രിസ്തുവിലാക്കി തീർത്തു, അവനിൽ നമ്മൾ സമ്പൂർണരാണ്, അവനോട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. മാത്രമല്ല ഇത് പറയുമ്പോൾ അവളുടെ ജീവിതത്തിന്റെ പുറകോട്ടിറങ്ങിയ പ്രിയൻ കാണിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു ഭാഗം ഉത്തമത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് നോക്കാം. ഇവൾ ആരാണെന്നുള്ളതാണ് പ്രിയൻ പറയുന്നത്. നാരകത്തിന്റെ ചൂട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ച് നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചു, അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾ കീറ്റുനോവ് കിട്ടിയത്. അവളുടെ ജീവിതത്തിന്റെ പുറകോട്ട് ഇറങ്ങിപ്പോവുകയാണ്. ആരാണ് ഈ നാരകം? 2-ാം അധ്യായത്തിന്റെ 3 യേശുക്രിസ്തുവാണ് ആ നാരകം. 2:3. ഞാൻ ആ നാരകത്തിന്റെ, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. നമ്മൾ ചിന്തിച്ചു കർത്താവിന് എന്തിനാ നാരകമെന്ന് പറഞ്ഞെന്ന്. നമ്മൾ ചിന്തിച്ചില്ലേ? നാരകം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇലപൊഴിക്കുന്ന ഒരു വൃക്ഷമല്ല. ആ കർത്താവിന്റെ നിഴലിൽ ഞാൻ വന്നെത്തി. എന്നാൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്നാ? നാരകത്തിന്റെ ചോട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവനുമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മളൊരു രഹസ്യം മനസ്സിലാക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വർഗം നമ്മളെ മുന്നമേ കണ്ടുകൊണ്ടാണ്. ദൈവജനത്തിന് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു രഹസ്യം തിരുവചനത്തിലുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം മുൻകണ്ടവരെ വിളിച്ചു, നിത്യജീവനായി നിയമിക്കപ്പെട്ടവരൊക്കെ വിശ്വസിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം മുൻകണ്ടവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം. പൗലോസ് പ്രസംഗിക്കാൻ പോയി. ചിലരെ പൗലോസിനോട് എതിർക്കുന്നു, വിശ്വസിക്കുന്നില്ല. എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരൊക്കെ വിശ്വസിച്ചു. യെസ്, നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, വി ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് എറ്റേണൽ പർപ്പസ്. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, അവന്റെ നിത്യമായ ഉദ്ദേശത്തിൽ നമ്മളെ വിളിച്ചു. നോക്കുക, ഒന്നും സ്ഥാപിക്കാത്തൊരു സമയം. ഞാൻ ഇങ്ങനെ ആ വാക്യം എടുത്ത് പറയാറുണ്ട്. നമ്മളെ വിളിച്ചത് വി ആർ കോൾഡ് അക്കോർഡിംഗ് ടു ആൻ എറ്റേണൽ പർപ്പസ് എന്നാണ്. ഒരു നിത്യമായ ഉദ്ദേശത്താൽ നമ്മളെ വിളിച്ചു. ഞാൻ ആ വാക്യം ഇങ്ങനെ വിശദീകരിക്കും. നമ്മളെ ഒരു എറ്റേണൽ പർപ്പസോടുകൂടെ ദൈവം വിളിച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, എന്താണ് ഈ എറ്റേണൽ പർപ്പസ്? നമ്മൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. പിതാവായ ദൈവം നിത്യനാണ്, പുത്രനായ ദൈവം നിത്യനാണ്, പരിശുദ്ധാത്മാവ് നിത്യനാണ്, ത്രിയേക ദൈവം നിത്യനാണ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഈ ത്രിയേക ദൈവമുണ്ട്.
ഒന്നുമില്ല, ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഈ ത്രിയേക ദൈവത്തോടുകൂടെ മറ്റൊന്നുണ്ടായിരുന്നു. എന്താ? അവന്റെ നിത്യ ഉദ്ദേശങ്ങൾ, ഈസ് എറ്റേണൽ പ്ലാൻസ്. അവന്റെ നിത്യ ഉദ്ദേശങ്ങൾ. ഈ നിത്യ ഉദ്ദേശത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ ഈ ബുദ്ധി കൊണ്ട് പ്രയാസമാണ്. ഈ ലോകം സൃഷ്ടിച്ചിട്ടില്ല, ഈ പ്രപഞ്ചം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഈ പ്രപഞ്ചം ഒന്നും സൃഷ്ടിക്കാതിരുന്ന സമയത്ത് കേരളത്തിൽ ഈ മൂലയ്ക്ക് ജീവിച്ച എന്നെ അവന്റെ ഹൃദയത്തിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിരുന്ന് ഒത്തിരി ദൈവത്തെ സ്തുതിക്കുകയുണ്ടായി. കാരണം ചൊവ്വാഗ്രഹത്തെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂമിയോട് ഏറ്റവും അടുത്ത് വന്നൊരു സമയം, അത് തന്നെ എത്രയോ ലക്ഷം കിലോമീറ്ററാണ്. ഏറ്റവും അടുത്ത് വന്നെന്ന് പറഞ്ഞാൽ നമ്മളോർക്കും അങ്ങ് അടുത്ത് വന്നത്, ലക്ഷം കണക്കിന് കിലോമീറ്റർ വളരെ ദൂരം നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ഒന്ന് ചിന്തിച്ചു നോക്കി, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ ഈ വാക്യം എടുത്ത് ശ്രദ്ധിക്കുകയായിരുന്നു. 8-ാം സങ്കീർത്തനം എടുത്ത് ഞാൻ നോക്കിയായിരുന്നു. നീ ഉണ്ടാക്കിയ ആകാശത്തെയും ചന്ദ്രനെയും നക്ഷത്രത്തെയും നോക്കുമ്പോൾ നീ മനുഷ്യനെ ഓർക്കേണ്ടതിന് എന്ത്? ചിന്തിച്ചു നോക്കിയേ, ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം ഒന്ന് ഓർത്തു നോക്കിയേ, എന്തു വലുതാണെന്ന് ഓർത്തു നോക്കിയേ. നമുക്ക് ചിന്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത്ര വലിയ ഒരു പ്രപഞ്ചം, നീ ഉണ്ടാക്കിയ നക്ഷത്രങ്ങളും ആകാശമൊക്കെ നോക്കുമ്പോൾ നീ മനുഷ്യനെ ഓർക്കുവാൻ എന്താണ്? യെശയ്യാവ് 40 നമ്മൾ വായിക്കുന്നു, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദ ഡ്രോപ്പ് ഇൻ എ ബക്കറ്റ്. ഒരു തൊട്ടിയിലെ ഒരു തുള്ളി പോലാണ് ഒരു ദേശം ഇരിക്കുന്നത്, ഒരു രാഷ്ട്രം ഇരിക്കുന്നത്. ഒരു രാഷ്ട്രം ഒരു തൊട്ടിയിലെ ഒരു തുള്ളി പോലാണെങ്കിൽ ഒരു രാഷ്ട്രത്തിലുള്ള ഞാൻ എത്രയുണ്ട്? 8-ാം സങ്കീർത്തനത്തിൽ ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് എന്ത്? നമ്മൾ ഇപ്പോൾ ഓർത്തുകൊണ്ടിരുന്നെന്ന് ഓർത്തേ, ഇതൊന്നും സൃഷ്ടിക്കാതിരുന്നപ്പോൾ ത്രിയേക ദൈവം, നിത്യനായ ദൈവം, ആ ദൈവത്തിന്റെ ഉള്ളത്തിൽ എന്നെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. വി ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് എറ്റേണൽ പർപ്പസ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ചിന്തിക്കാം. ഈ വാക്യം ഒന്ന് എടുത്തു നോക്കാം. എന്റെ ജീവിതം തന്നെ എടുക്കാം. എന്നെ രക്ഷിക്കുവാൻ ദൈവം നിത്യതയിൽ കാര്യം തീരുമാനിച്ചതാണ്, ദൈവത്തിന്റെ ഒരു മകനാക്കി തീർക്കാൻ. പക്ഷെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്നു, സുവിശേഷമൊക്കെ കേൾക്കുന്നു, കോളേജിലൊക്കെ കയറി സുവിശേഷമൊക്കെ കേട്ടു. ഞാൻ അപ്പോഴൊക്കെ മറുതലിച്ച് നടക്കുക. ഞാൻ മദ്രാസിൽ പോകുന്നു, ബോംബെയിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു. അവിടെയൊക്കെ ഈ സുവിശേഷത്തോട് ഞാൻ മറുതലിച്ച് നടക്കുക. പക്ഷെ അന്നേരമൊക്കെ എന്ത് സംഭവിച്ചു? ദൈവകൃപ എന്നെ വിട്ടുമാറിയില്ലേ? ആ ദൈവകൃപ എന്റെ പുറകെ വന്നുകൊണ്ടിരുന്നു. ഞാൻ പോയ ഇടങ്ങളിലൊക്കെ എന്നെ സൂക്ഷിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു, ട്രെയിനിൽ നിന്നൊക്കെ വീണ് ഞാൻ വേണേ മരിക്കാം. ഞാൻ ആ പരുവത്തിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ട്രെയിനിനകത്തൊക്കെ. അവിടെയൊന്നും എന്നെ കൈവിട്ടില്ല. എന്നെ കൊണ്ടുവന്ന് ഒരു ദിവസം ഒരു കർത്തൃദാസൻ എന്നോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ നിരാശ പൂണ്ട ഒരു ദിവസം, എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയം, എന്നെ തന്നെ നശിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു കർത്തൃദാസൻ വ്യക്തിപരമായിട്ട് എന്നോട് ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിച്ച സമയം എന്താണെന്നറിയാമോ? എന്നെ നാരകത്തിന്റെ ചൂട്ടിൽ കൊണ്ടുവന്ന സമയമാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ, കഴിഞ്ഞ ഈ വർഷങ്ങൾ മുഴുവൻ എന്നെ ദൈവകൃപ പിന്തുടർന്ന് എന്തിനാണെന്നറിയാമോ? എന്നെ ഒരിക്കൽ നാരകത്തിന്റെ ചോട്ടിൽ കൊണ്ടുവരാൻ, ആ ദൈവപുത്രന്റെ നിഴലിൽ കൊണ്ടുവരാനായിരുന്നു. നാരകത്തിന്റെ ചോട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടെ വായിക്കുന്നു, അവിടെ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ച് നിന്നെ ഉണർത്തി. ആത്മീകമായി നീ മരിച്ചവനാണെന്നും നീ നഷ്ടപ്പെട്ടവനാണെന്നും നീ നിത്യനരകത്തിലേക്ക് പോകുന്നവനാണെന്നും നിന്നെ ഞാൻ സുബോധമുള്ളവനാക്കി നിന്നെ ഉണർത്തി. അയ്യോ, ഒന്ന് ചിന്തിച്ചേ, ആ നാരകത്തിന്റെ ചോട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വെച്ച് നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചു. അവിടെ വെച്ച് അവൾക്ക് ഈറ്റുനോവ് കിട്ടി. എന്റെ അമ്മയാരാണ്? മേലിലുള്ള യെരൂശലേമാണ്. അവൾക്ക് ഈറ്റുനോവുണ്ടായി. അവളുടെ ഉള്ളിൽ വലിയ വേദനയുണ്ടായി. എനിക്കൊരു ജന്മം തരുവാൻ തക്കോണം വലിയ പ്രവൃത്തിയുണ്ടായി. ആ ദൈവഭവനത്തിലേക്ക് ഞാൻ ജനിക്കാനിടയായി തീർന്നു. ഇത് നമ്മുടെ ചരിത്രമായി പറയുന്നേ. നമ്മൾ ഓരോരുത്തരും ആ കഥ പറഞ്ഞേ. ഞാൻ എന്റെ കഥ പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതം വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന്റെ കൃപ നമ്മളെ തെരഞ്ഞെടുത്തു. സ്വർഗത്തിൽ ദൈവം നമ്മളെ നിശ്ചയിച്ചു. അവനുവേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവകൃപ നമ്മളെ പിന്തുടരുകയാണ്. പൗലോസ്, ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണിന് ഞാൻ മറഞ്ഞിരുന്നില്ലേ? എന്റെ അമ്മയുടെ ഗർഭം തുടങ്ങി എന്നെ അവൻ സൂക്ഷിക്കുകയാണ്. അവിടെയെല്ലാം ദൈവകൃപ എന്നെ പിന്തുടർന്ന് ഒരിക്കലും നാരകത്തിന്റെ ചോട്ടിൽ വന്നപ്പോൾ എന്നെ ഉണർത്തി. ഐ വാസ് അവേക്കൻഡ്. പാപത്തെക്കുറിച്ച് എന്നെ ഉണർത്തിയെന്ന് മാത്രമല്ല, ഉണർന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ വെച്ച് എന്റെ അമ്മ എനിക്ക് ജന്മം തന്നു. ദൈവകൃപ ദൈവഭവനത്തിൽ എനിക്ക് ജനിപ്പാൻ ഇടയാക്കി തീർത്തു. ആ ചരിത്രം എന്റെ ചരിത്രമാണ്. ഇന്ന് ഞാൻ ആരാണ്? 5-ാം വാക്യം നോക്കട്ടെ. ഇന്ന് ഞാൻ എന്റെ പ്രിയന്റെ മാർവോട് ചാരി. ഈ മരുഭൂമിയിലെ ചൂടിന്റെ കാഠിന്യം മനസ്സിലാക്കാതെ അവന്റെ മാർവോട് ചാരി ഞാൻ യാത്ര ചെയ്യുന്ന അവന്റെ കാന്തയാണ്. യെസ്, എത്ര മനോഹരമായ ചിത്രമാണ്. സഭയുടെ എത്ര മനോഹരമായ ചിത്രമാണ്. ആ ചിത്രം പറയുമ്പോൾ അവളുടെ പഴയ ചരിത്രം പ്രിയൻ എടുത്തു പറഞ്ഞപ്പോൾ 2 കാര്യം അവൾ എടുത്തു പറഞ്ഞു. 6-ാം വാക്യം, ഓ അതെത്ര ബ്യൂട്ടിയാണെന്ന് നോക്കട്ടെ.
എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. നമ്മൾ നേരത്തെ ഇത് പഠിച്ചു. 2 ഭാഗം എടുത്ത് പറയുന്നു. സെറ്റ് മീ ആസ് എ സീൽ അപ്പോൺ ദൈൻ ഹാർട്ട്, സെറ്റ് മീ ആസ് എ സീൽ അപ്പോൺ ദൈ ആം. 2 ഭാഗത്ത് എവിടെയൊക്കെയാ? നിന്റെ മാർവിലും നിന്റെ ഭുജത്തിലും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, യാഗം പഠിച്ചപ്പോഴും സമാധാന യാഗത്തിൽ പുരോഹിതന്മാർക്ക് ഭക്ഷ്യപാൻ കൊടുത്ത 2 ഭാഗം. യെസ്, കൈക്കുറങ്ങും നെഞ്ചിന്റെ ഭാഗവും. മഹാപുരോഹിതന്റെ മാർവിൽ നമ്മുടെ പേര്, തോളിൽ നമ്മുടെ പേര്. ഇവിടെ എടുത്തു പറഞ്ഞ എന്നാണ്? അത് തന്നെയാ പറഞ്ഞത്. പ്രിയ പറഞ്ഞു നോക്കിയേ, ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ നോക്കുക, അവളുടെ ഒന്നുമില്ലായ്മ അവൾക്ക് ഗ്രഹിച്ചു. അവൾക്ക് എങ്ങനെ ജന്മം ലഭിച്ചു, അവൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി. അവൾ പറയുകയാണ്, ഞാൻ ബലഹീനയാണ്, നിന്റെ മാർവിൽ എന്നെ ഒരു മുദ്രമോതിരം പോലെ പതിപ്പിക്കണം, നിന്റെ കരത്തിൽ എന്നെ മുദ്രമോതിരം പോലെ പതിക്കണം. വാസ്തവത്തിൽ അവിടെയാണ് നമ്മളെ പതിപ്പിച്ചിരിക്കുന്നത്. അവന്റെ മാർവിലും അവന്റെ കരത്തിലുമാണ് നമ്മളെ പതിപ്പിച്ചിരിക്കുന്നത്. നമ്മള് അവിടെ മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറപ്പിനെ കാണിക്കുന്നു. സീൽ, സെറ്റ് മീ ആസ് എ സീൽ, സിഗ്നറ്റ് റെയിൻ. നമ്മുടെ ഉറപ്പിനെയാണ് അത് കാണിക്കുന്നത്. 2 കൊരിന്ത്യർ 1:22 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മെ മുദ്രയിട്ടും. എഫേസർ 1:12 പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടും. എഫേസർ 4:30 വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ മുദ്രയിട്ടും. ഈ മുദ്ര തിരുവചനത്തിൽ എപ്പോഴും ഉറപ്പിനെ കാണിക്കുന്നത്. യെസ്, അനേക തെളിവുകളുണ്ട്, ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഹൃദയത്തിൽ വെക്കണം, ഒരു മുദ്രമോതിരമാക്കണം എന്ന് പറഞ്ഞാൽ ഈസ് ദ സീറ്റ് ഓഫ് ലവ്. ഹാർട്ട് ഈസ് ദ സീറ്റ് ഓഫ് ലവ്. അവിടെ എനിക്ക് ഈ ഉറപ്പ് തരണം. 2, ആ കരത്തിൽ ആം എ സിമ്പിൾ ഓഫ് ദ സ്ട്രെങ്ത്, ശക്തിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി, ഉറപ്പ്, ഒരു ഉറപ്പ്. അവൾക്ക് ആ പ്രിയനിൽ നിന്നുള്ള ഉറപ്പ് വേണം. ഇനിയും ഒട്ടും പിരിയാൻ ആഗ്രഹിക്കുന്നില്ലേ? അവനോട് പറ്റി നിൽക്കുമ്പോൾ അവന്റെ സ്നേഹവും അവന്റെ ശക്തിയും അവൾക്ക് വേണ്ടി വേണമെന്നുള്ളത് അവൾ വാസ്തവത്തിൽ പറയുന്ന ഒരു ഭാഷയാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേൽ വെച്ചുകൊള്ളണമേ. അവൾ കേണപേക്ഷിക്കുകയാണ്. കേണപേക്ഷിക്കുമ്പോൾ നോക്കുക, അവൾക്ക് ലഭിക്കുന്ന ഉറപ്പിന്റെ ചിത്രമാണ് ഇത്. നമ്മുടെ രക്ഷയുടെ ഭദ്രതയുടെ ഉറപ്പിനെ കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്കൊന്ന് നോക്കാം. തിരുവചനത്തിൽ വീണ്ടും മനോഹരമായൊരു ഭാഗം. പ്രേമം മരണം പോലെ ബലമുള്ളതാണ്. അതിന്റെ ഓരോന്നും ശ്രദ്ധിച്ചുകൊള്ളുക. സ്ട്രെങ്ത് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ബലത്തെ കാണിക്കുകയാണ്. ഫോർ ലവ് ഈസ് സ്ട്രോങ് ആസ് ഡെത്ത്. ലവ് ഈസ് സ്ട്രോങ് ആസ് ഡെത്ത്. നോക്കിയ, ലോകത്തിലുള്ള ഏറ്റവും ബലമുള്ള ഒന്നാണ് മരണം. മരണത്തിന്റെ കരത്തിൽ നിന്ന് ആർക്കും ആരെയും പിടിച്ചു മേടിപ്പാൻ സാധിച്ചിട്ടില്ലേ? ഒരു ഭിഷഗ്വരനോ ഒരു ശക്തിക്കോ മരണത്തിന്റെ ആ കരത്തിൽ ഒരുത്തനെ അമർത്തുമ്പോൾ അവനെ പിടിച്ചു മേടിപ്പാൻ കഴിഞ്ഞിട്ടില്ലേ? ആ മരണത്തിന്റെ ശക്തിയാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. എടുത്തു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? പ്രേമം, ലവ് ഈസ് സ്ട്രോങ് ആസ് ഡെത്ത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യേശുക്രിസ്തുവിന് എന്നോടുണ്ടായിരുന്ന സ്നേഹം എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് സ്ട്രോങ് ആസ് ഡെത്ത്, അല്ലേ? അവനെ എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്തിനെങ്കിലും അവനെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞോ? സാധിച്ചില്ല. ഇറ്റ് വാസ് സോ സ്ട്രോങ്. മരണം പോലെ അത് ബലമുള്ളതായിരുന്നു. പൗലോസ് ഇത് വെച്ചിട്ടാണ് നമ്മളോട് ആർഗ്യൂ ചെയ്യുന്നത്. റോമർ 5 ശത്രുക്കളായിരിക്കുമ്പോൾ പുത്രന്റെ മരണത്താൽ നമ്മൾക്ക് ദൈവത്തോടെ നിരപ്പ് ലഭിച്ചെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ നമ്മൾ എത്രയധികമായി രക്ഷിക്കപ്പെടും. നോക്ക, ഈ സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. ശത്രുവായിരിക്കുമ്പോൾ സ്നേഹം ഒട്ടും അർഹിപ്പാൻ നമ്മൾ യോഗ്യരല്ല, ഒരിക്കലും അർഹരല്ല. എന്നാൽ അങ്ങനെ കിടന്ന സമയത്ത് നമ്മൾക്ക് അവന്റെ സ്നേഹം തന്ന് നമ്മളെ അവനോട് നിരപ്പിച്ച് അവന്റെ സ്വന്തമാക്കി എങ്കിൽ, ഓ, ആ സ്നേഹത്തിന്റെ ബലം എത്ര വലുതായിരുന്നു! ഇന്ന് നമ്മൾ അവന്റെ നിറഞ്ഞവരായി, പ്രിയയായി. ഇനി അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എത്രയധികമായി രക്ഷിക്കപ്പെടും. റോമർ 5:5 നമ്മൾ വായിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം പകർന്നു കഴിഞ്ഞു. നമ്മുടെ ഉള്ളതിൽ ഇല്ലേ, നമുക്ക് നൽകപ്പെട്ട ആത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. അങ്ങനെയല്ലേ? റോമർ 5:5 നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ, നൽകാൻ പോകുന്ന പരിശുദ്ധാത്മാവെന്നല്ലേ, നൽകപ്പെട്ട വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു. ഇന്ന് സ്നേഹം വളരെ കാഠിന്യമേറിയതാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ്. അതിന്റെ വിശദീകരണം താഴോട്ട് കിട്ടുന്നു. നോക്കിക്കാട്ടെ, അടുത്തായിട്ട് പറയുന്നത് എന്നാണെന്നറിയോ? പത്നീവ്രത ശംഖ പാതാളം പോലെ കടുപ്പമുള്ളതാണ്. മലയാള ട്രാൻസ്ലേഷനിൽ പത്നീവ്രത ശംഖ എന്നെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ആ ഭാഷാന്തരം ശരിയായിരിക്കാം. പക്ഷെ ഇംഗ്ലീഷില് ജലസി ഈസ് ആസ് ക്രൂവൽ ആസ് ദ ഗ്രേവ്. ജലസി, ഈ ജലസി എന്ന് ഇവിടെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അസൂയെക്കുറിച്ചല്ല പറയുന്നത്. ജലസി എന്നാണ് ഇംഗ്ലീഷ് വന്നിരിക്കുന്നത്. ജലസി ഈസ് ആസ് ക്രൂവൽ ആസ് ദ ഗ്രേവ്.
പത്നീവൃത ശങ്ക പാതാളം പോലെ കടുപ്പമാണ്. ജലസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിൽ തന്നെ ഒരു യാഗം തന്നെ പറയുന്നുണ്ട്, ജലസ് ഓഫറിംഗ്, അപരാധത്തിന്റെ ഭോജനയാഗം. എന്താണെന്നറിയാമോ? ഭാര്യഭർത്തൃബന്ധത്തിന്റെ നൈർമല്യത സൂക്ഷിക്കാൻ ഭർത്താവ് തീഷ്ണതയോടെ എരിയുന്ന ആ എരിച്ചിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാരാണ് ഹീസ് ജലസ്. ഹീസ് ജലസ് ടു പ്രിസർവ് എ പ്രൈസ് വർത്തി റിലേഷൻ. അവന്റെ ഭാര്യയ്ക്ക് അവനോടുള്ള ബന്ധത്തെ സൂക്ഷിപ്പാൻ അവൻ എരിയുകയാണ്. ആ എരിച്ചിൽ പറയുന്ന പേരാണെന്ത്? ജലസ്. ജലസ്. അത് അസൂയ എന്നല്ല അതിന് പറയേണ്ടത്, ആ ജലസ് എന്നാണ് അതിന് പറയുന്നത്. ദൈവത്തിന്റെ പേര് പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ദൈവം ആരാണെന്ന് പറയുന്നുണ്ട്. പുറപ്പാട് 20:5 ദൈവം പറയുന്നുണ്ട്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണെന്ന് പറഞ്ഞു. 10 കൽപ്പനയില് തീഷ്ണതയുള്ള ദൈവം എന്ന് ഇംഗ്ലീഷ് പറഞ്ഞത് ഐ ദ ലോർഡ് ദൈ ഗോഡ് ആം എ ജലസ് ഗോഡ്. ഐ ദ ലോർഡ് ദൈ ഗോഡ് ആം എ ജലസ് ഗോഡ്. ഞാനൊരു തീഷ്ണതയുള്ള ദൈവമാണെന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ ആരാധിക്കുന്നവർ, അവരുടെ ആ ബന്ധം ഞാൻ സൂക്ഷിപ്പാൻ ഐ ആം ജലസ്. പഴയ നിയമത്തിൽ എന്തിനാ യഹൂദനെ ശിക്ഷിച്ചത്? പലപ്പോഴും ശിക്ഷിച്ചത് എന്തിനാ? അവൻ അന്യദൈവങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ തീഷ്ണത എരിയുകയാണ് അവന് വേണ്ടി, ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കാൻ. ഇവിടെ അത് മലയാള ട്രാൻസ്ലേഷൻ വന്നപ്പോൾ പത്നീവൃത ശങ്ക, വാസ്തവത്തിൽ മലയാളത്തിൽ വേറെ വാക്കില്ലായിരിക്കാം, അതുകൊണ്ടാണ് പത്നീവൃത ശങ്ക. ശരിയാണ്, ആ ട്രാൻസ്ലേഷൻ ഒരുപക്ഷെ ശരിയാണ്. പത്നീവൃത ശങ്ക പാതാളം പോലെ കടുപ്പമാണ്. ഇറ്റ് ഈസ് ജലസി ആസ് ക്രൂവൽ ആസ് എ ഗ്രേവ്. അതിന്റെ വളരെ കടുപ്പമാണ്, കാഠിന്യമാണ് കാണിക്കുന്നത്. അപരാധത്തിന്റെ ഭോജനയാകും. സംഖ്യാപുസ്തകം 5:11 വാക്യമാണ് കേട്ടോ. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിച്ചു നോക്കിയോ. ജലസ് ഓഫറിംഗ് സംഖ്യാപുസ്തകം 5:11-31 വരെയുള്ള വാക്യമാണ്. യെസ്, വചനത്തില് നല്ല പഠനങ്ങൾ കിട്ടുന്നുണ്ട്. ഏലിയാവിനെ കുറിച്ച് 1 രാജാക്കന്മാർ 19:10 കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് നിന്ന് ബാലിന്റെ ദൈവങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ദൈവം ഏലിയാവിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, ഹീസ് ജലസ് ഫോർ ദ ലോർഡ്. അവൻ യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ എരിയുകയാണ്. വേറെ ഒരു ഭാഗം സംഖ്യാപുസ്തകം 25:11 അതും വളരെ മനോഹരമാണ്. സംഖ്യാപുസ്തകം 25:11 മോബ്യ സ്ത്രീകളുമായിട്ട് ഇസ്രായേലികൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം. മോശ പോലെ കരയുകയാണ്. മോശ കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫിനെഹാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കുന്തമെടുത്തു. ഒരു കൂടാരത്തിലേക്ക് മോബ്യ സ്ത്രീയുമായിട്ട് ഒരു യഹൂദൻ പോകുന്ന കണ്ടു. നാം വായിക്കുന്നു, അവൻ കുന്തമെടുത്തിട്ട് ആ സ്ത്രീയെ പുരുഷനെ കൂടെ കുത്തിക്കൊന്നപ്പോൾ ആ ഫിനെഹാസിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ആ വായിക്കുന്നത്, ഹി വാസ് ജലസ് ഫോർ മൈ സേക്ക് എമംഗ് ദം ദാറ്റ് ഐ കൺസ്യൂം നോട്ട് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഇൻ മൈ ജലസി. അവൻ ആ തീഷ്ണത കൊണ്ട് എരിയുകയായിരുന്നു. എന്റെ തീഷ്ണത ഇസ്രായേൽ ജനത്തെ ഞാൻ സംഹരിച്ചു കളയാതിരിപ്പാൻ എന്റെ തീഷ്ണതയിൽ അവന് എരിയുകയായിരുന്നു. മോശ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഫിനെഹാസ് എരിയുകയാണ്, ദൈവത്തിനു വേണ്ടി ജ്വലിക്കുകയായിരുന്നു. യെസ്, ഇവിടെ എടുത്തു പറഞ്ഞു ജലസി ഈസ് ആസ് ക്രൂവൽ ആസ് എ ഗ്രേവ്. സ്നേഹത്തോടുള്ള ബന്ധത്തിലാണ്. ആ സ്നേഹത്തിന് വലിയ ജലസാണ് ഇല്ലേ? ആ വാസ്തവത്തിൽ ആ ബന്ധത്തെ പ്രിസർവ് ചെയ്യുവാനായിട്ട് വളരെയധികം അത് വളരെ ജലസാണ്. വീണ്ടും ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. 6-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം നോക്കിയാട്ടെ. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വലനവുമാണ്. എന്തൊരു വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയും അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. The coals thereof are coals of fire, which hath a most vehement flame. തീയെക്കുറിച്ച് വചനത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? സദൃശവാക്യം 30:16 മതി എന്ന് പറയാത്ത തീ എന്ന് എഴുതിയിട്ടുണ്ട്. സദൃശവാക്യം 30:16 മതി എന്ന് പറയാത്ത തീ എന്ന് പറയുന്നുണ്ട്. നോക്കുക, തീയുടെ മുന്നിൽ കൊണ്ടുവരുന്ന മുഴുവൻ സാധനത്തെ അത് എന്ത് ചെയ്യും? അത് ചാരമാക്കി മാറ്റും, ആഷാക്കി മാറ്റും. ഇവിടെ എടുത്തു പറയുകയാണ്, ഈ സ്നേഹം, ഈ പ്രേമം, ഇറ്റ് ഈസ് എ വെഹമെന്റ് ഫ്ലെയിം. അതൊരു ജ്വലനമാണ്, അഗ്നിജ്വാലയാണ്. ഇവിടെ ആ ജ്വലനത്തോടുള്ള ബന്ധത്തില് നമ്മളൊന്ന് നോക്കിയേ, ദിവ്യജ്വലനമാണ്. ദിവ്യജ്വലനം, ദൈവിക ജ്വാലയാണത്. സ്നേഹത്തിന് വേണ്ടി എരിയുകയാണ്, കത്തി ജ്വലിക്കുകയാണ്. എന്നിട്ട് 7-ാം വാക്യത്തിൽ അതോട് ചേർത്ത് പറഞ്ഞു, ഏറിയ വെള്ളങ്ങൾക്ക് അതിനെ കെടുപ്പാൻ സാധിക്കില്ല. ഈ പ്രേമത്തെ കെടുത്തുവാൻ കഴിയില്ല. മെനി വാട്ടേഴ്സ് കനോട്ട് ക്വഞ്ച് ലവ്, നീദർ ക്യാൻ ദ ഫ്ലഡ് ഡ്രോൺ ഇറ്റ്. നമുക്കതിന്റെ ആശയം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇങ്ങനെ സ്നേഹം അങ്ങോട്ട് കത്തി ജ്വലിക്കുമ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ വെള്ളത്തിന് ഈ ജ്വാലയെ കെടുത്തുവാൻ കഴിയില്ലെന്ന്. അത്ര വലിയ ജ്വാല. ക്രൂശിലോട്ടൊന്ന് നോക്കിയേ. ക്രൂശിൽ എന്താ കാണുന്നത്? 42-ാം സങ്കീർത്തനത്തിന്റെ 7 നിന്റെ തീർച്ചാട്ടങ്ങളുടെ എരിച്ചിലാൽ ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളകളും തിരമാലകളും എല്ലാം എന്റെ മീതെ കവിഞ്ഞുപോയി. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു. അനേക ഓളങ്ങളും തിരമാലകളും അവന്റെ മീതെ കവിഞ്ഞൊഴുകി.
എന്നാൽ ആ വെള്ളങ്ങൾക്കൊന്നും ഈ ജ്വാലയെ കെടുത്തുവാൻ കഴിഞ്ഞില്ലേ? യെസ്, ഇല്ലേ? എത്ര മനോഹരമായൊരു ചിന്തയാണെന്ന് നോക്കിയാട്ടെ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മളോട് അത്ര വലിയ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തെ കെടുത്തിക്കളയുന്ന അനേക കാര്യങ്ങളുണ്ടായി. അവൻ അനുഭവിച്ച പോലെയുള്ള ആ വലിയ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടായിട്ടില്ലേ? അവന്റെ ശിഷ്യന്മാർ അവനെ കൈവിട്ടു, എല്ലാവരും അവനെ ഉപദ്രവിച്ചു, പിതാവിനാലും അവൻ കൈവിടപ്പെട്ടു. എന്നാൽ ആ കത്തി ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകുവാൻ ഒരുപാട് വെള്ളം കടന്നു വന്നു. പക്ഷെങ്കിൽ ആ ജ്വാല കെട്ടുപോയില്ല. ആ ജ്വാല കത്തുകയായിരുന്നു. എന്നോടുള്ള സ്നേഹം അങ്ങോട്ട് കത്തുകയായിരുന്നു, ജ്വലിക്കുകയായിരുന്നു. ജ്വലിച്ച് ആ സ്നേഹത്തെ ഒന്നിനും കെടുത്തുവാൻ കഴിഞ്ഞില്ലേ? അതിന്റെ മറ്റൊരു ഭാഗമാണ് 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, 2-ാം ഭാഗം. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. ശരിയല്ലേ? ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ സ്നേഹത്തിലായിരുന്നു, ഇല്ലേ? വീട് വിട്ടവർ ഇറങ്ങിപ്പോകുന്നു. എന്തിനു വേണ്ടി? ആ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ. ഇനി നമുക്ക് ദൈവദാസന്മാരെ കുറിച്ച് ചിന്തിക്കാം. കർത്താവിന്റെ ദാസന്മാർ, യേശുക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കിയവർ, എത്രയോ പേര് വീടും സ്വത്തുക്കളും വീതമൊന്നും കൊടുക്കാതെ ഇറക്കി വിട്ടു. നമുക്കറിയാം, കേരളത്തിൽ വേർപെട്ട സഭാ ചരിത്രം ഉണ്ടായ കാലഘട്ടത്തിന്റെ ആരംഭം. രക്ഷിക്കപ്പെട്ട ദൈവജനം മുന്നോട്ട് വന്നപ്പോൾ, സമുദായങ്ങളിൽ നിന്ന് വേർപെട്ടു വന്നപ്പോൾ വലിയ പ്രതികൂലങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് അനുഭവിച്ചു. അനേകർക്ക് സ്വത്തുക്കളും വീതങ്ങളും ഒന്നും കൊടുത്തില്ല, അനേകർക്ക് വീട് കൊടുത്തില്ല. നിങ്ങൾക്കറിയാമോ കെ.വി. ചെറു എന്ന് പറയുന്ന ദൈവദാസനെ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പാട്ട്. കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു, കൂട്ടായി തീർന്നൻ സ്വർഗീയനാഥൻ കഷ്ടകാലത്തും വിട എന്നെഴുതിയ പാട്ട് എപ്പോൾ എഴുതിയാണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട് വീട്ടിൽ കടന്നു വന്നപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് താന് ഒരു പായും ഒരു കലവും ഏതാണ്ട് കൊടുത്തു. അതുകൊണ്ട് തേക്കിൻകാട് മൈതാനത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് കിടന്നിട്ട് അന്ന് രാത്രി എഴുതിയ പാട്ടാണ്. കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു, കൂട്ടായി തീർന്നൻ സ്വർഗീയനാഥൻ കഷ്ടകാലത്തിലും വിട. ആ പാട്ട് തെക്കിൻകാട് മൈതാനത്ത് കിടന്ന് വെച്ച് താൻ എഴുതിയ പാട്ടാണ്. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു യേശുക്രിസ്തുവിനെ സ്വീകരിച്ചെന്നുള്ള കാരണത്താൽ. അദ്ദേഹമാണ് നമ്മൾ സാധാരണ പാട്ടിൽ കാണുന്ന കെ.വി. ചെറു എന്ന് പറയുന്ന ദൈവദാസൻ. വീട് വിട്ട് ഇറങ്ങി പോരേണ്ടി വന്നു. തന്റെ ഭാര്യയെ കൈപിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഒരു രാത്രിയിൽ വന്ന് മൈതാനത്ത് കിടന്നുറങ്ങേണ്ടി വന്നു. എന്തിനു വേണ്ടി? ആ സ്നേഹം. ഒരുത്തൻ തന്റെ പ്രേമത്തിനു വേണ്ടി നമ്മളിവിടെ വായിക്കുന്നത് എന്താണ്? പ്രേമത്തിനു വേണ്ടി ഗൃഹത്തിലെ സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അതിനെ നിന്ദിച്ചു കളയും. നോക്കുക, ആ സ്വത്തുക്കളൊന്നും അവർക്ക് പ്രശ്നമല്ല, കാരണം ആ സ്നേഹമായിരുന്നു വലുത്. എന്തൊരു വ്യാഖ്യാനമാണ് ഈ കാണുന്നത്. പ്രിയ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലും ഭുജത്തിലും എന്നെ ഒരു മുദ്രബോധനമായി വെക്കണം, എനിക്ക് ആ ഉറപ്പ് വേണം. ആ സ്നേഹത്തിന്റെ വലിപ്പം പ്രിയനോട് വരച്ചു കാണിക്കുകയാണ്. സ്വർഗത്തിന്റെ മോടി വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഏറിയ വെള്ളങ്ങൾ അവന്റെ മീതെ കവിഞ്ഞുപോയി. എന്നോടുള്ള അവന്റെ സ്നേഹം, ആ ജ്വാലയെ കെടുത്തുവാൻ ഒന്നിനും കഴിഞ്ഞില്ല. ആ ജ്വാല, ഒരു ശക്തിയും എന്നോടുള്ള സ്നേഹത്തിന്റെ ജ്വാലയെ കെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. യെസ്, അതായിരുന്നു എന്റെ പ്രിയന്റെ സ്നേഹം, എന്നെ വീണ്ടെടുക്കുന്ന സ്നേഹം. നമുക്ക് അതിന്റെ മഹത്വവും മനോഹരത്വവും അത് കുറേശ്ശെ ചിന്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നു. കർത്താവിന്റെ സ്നേഹത്തിന്റെ വലിപ്പമാണ് നമ്മളവിടെ കാണുന്നത്. ഇനി നമുക്ക് 8 തൊട്ടുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ചതാണ്, നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്. നോക്കുക, അവൾക്ക് കല്യാണപ്രായമായിരിക്കുകയാണ്. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അവൾക്ക് വളർച്ച പ്രാപിച്ചിട്ടില്ലേ? നമ്മൾ നേരത്തെ ഓർത്ത പോലെ അവളുടെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, നോക്കുക, കല്യാണം പറയുന്ന നാളിൽ പ്രിയ കർത്താവായ യേശുക്രിസ്തുവിനെ മടങ്ങിവരവിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അന്ന് എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. ഇമ്മച്വർഡ് ബിലീവേഴ്സ്, ഒരു ബ്രൈഡൽ ലവിലേക്ക് വളരാത്ത വിശ്വാസികൾ. നോക്കുക, ഇന്ന് അവള് പ്രിയന്റെ താല്പര്യങ്ങളിൽ വളരെ തൽപരയായെന്ന് മാത്രമല്ല, ഷീസ് കൺസേൺഡ് അബൌട്ട് ദ ഹൗസ് ഹോൾഡ് മാറ്റേഴ്സ്. അവന്റെ ഭവനത്തിലുള്ള കാര്യങ്ങളിൽ അവൾ തൽപരയായി കഴിഞ്ഞു. ഷീസ് ഇൻവോൾവ് ഇൻ ദ ഹൗസ് ഹോൾഡ് മാറ്റേഴ്സ്. അതുകൊണ്ടാണ് വീട്ടിലുള്ള ഒരു കൊച്ചു പെങ്ങളെ കുറിച്ച് ഓർക്കുവാൻ കഴിഞ്ഞത്. അവൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിലെ അംഗമാണവൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്. സ്ഥലസഭയിൽ ആ ചെറിയ പെങ്ങൾ അവനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ചിന്തിച്ച ഒരു വിശ്വാസിയുടെ മാർവ് സ്നേഹവും വിശ്വാസവുമാണ്. ഈ സ്നേഹവും വിശ്വാസവും വളർന്നിട്ടില്ല, അവൾക്ക് വളർച്ച പ്രാപിച്ചിട്ടില്ലേ. നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ടെന്ന് ചിന്തിച്ചേ, വിവാഹം പറയുന്ന നാളിൽ എന്ത് ചെയ്യും? വാട്ട് ഷാൽ വി ഡു? ഷീ ഈസ് കൺസേൺഡ് വിത്ത് ദിസ് ഇമ്മച്യൂർഡ് സിസ്റ്റർ. വളർച്ച പ്രാപിക്കാത്ത ഈ ഇവളെക്കുറിച്ച് വാസ്തവത്തിൽ കൺസേൺഡായി മാറി. വാട്ട് ഷാൽ വി ഡു ഫോർ അവർ സിസ്റ്റർ? നമ്മുടെ ഈ പെങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും
ഷീ ഈസ് നൗ മോർ കൺസേൺഡ് അബൌട്ട് ദ ഹൗസ് ഹോൾഡ് മാറ്റേഴ്സ്. കുടുംബകാര്യങ്ങളിൽ അവൾ കൂടുതൽ വാസ്തവത്തിൽ തൽപരയായി കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി തരുന്നു, അവൾ മച്ചുവേർഡായി മാറി. ഷീ ഈസ് മോർ മച്ചുവേർഡ്. അവൾ വളർന്നു, ഒരു ബ്രൈഡൽ ലവിലേക്ക് ഉയർന്നു, പ്രിയനോടുള്ള അഭേദ്യ ബന്ധമായി, ആ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ചിന്താഭാരമായി, സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം പോലെ തന്നെ അവളുടെ സ്വന്തം കുടുംബത്തിൽ വളർച്ച പ്രാപിക്കാത്തവരെ കുറിച്ച് അവൾക്ക് ഭാരമായി. വചനത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ വളർച്ച പ്രാപിച്ചവരാണ് ബലഹീനരായവരെ താങ്ങേണ്ടത്. റോമലേഖനം 14 അധ്യായം എടുത്ത് 14:1 15:1 രണ്ട് വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 14:1 15:1. ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. അവൾ ശക്തിയുള്ളവളായി മാറി. അവൾ ശക്തിയുള്ളവരായി മാറിക്കഴിഞ്ഞു. അവൾ വളർച്ച പ്രാപിച്ചു. യെസ്, ഇവിടെ വലിയ പാഠങ്ങൾ നമുക്ക് തരുന്നു. വിശ്വാസ സമൂഹത്തിൽ എബ്രായലേഖനം 5:12-13 വാക്യം വായിച്ചാൽ ഇതിന്റെ വ്യാഖ്യാനം അവിടെ കിട്ടുന്നു. എന്താണ്? കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? പാലാണ്. നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരം ഇപ്പോഴും കഴിപ്പാനായിട്ട് സാധിച്ചു. നിങ്ങൾ ശിശുക്കളല്ലോ, ശിശുക്കളാണ്. നിങ്ങൾ കാലം നോക്കി വളർച്ച പ്രാപിക്കേണ്ട സമയമായി. എബ്രായലേഖനം 5:12-13 വാക്യമാണ്. കാലം നോക്കിയാല് നിങ്ങൾ ഉപദേശകന്മാരായിരിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ വാക്ക് വളരെ ചിന്തിക്കാൻ എന്നെ ഇടയാക്കി. കാലം നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഒരു വളർച്ചയ്ക്കൊരു കാലമുണ്ട്. ഒരു മരം നട്ടുകഴിഞ്ഞാൽ ഉടനെ ഫലം കൊടുക്കണമെന്നില്ലേ? അല്ലേ? വചനത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നേ? മത്തായി 21:34 നിങ്ങൾ വായിച്ചാൽ പ്രിയൻ ഫലം അന്വേഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? മത്തായി 21:34 ഫലകാലം സമീപിച്ചപ്പോൾ. അങ്ങനെയാണ് ആ പദം, ഫലകാലം സമീപിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം നട്ടുകഴിഞ്ഞാൽ ഉടനെ ഫലത്തിന് അന്വേഷിക്കുകയല്ല, ഫലത്തിന് കാലമായി. അതായപ്പോൾ അത് അന്വേഷിക്കുകയാണ്. ഇവിടെയും നമ്മൾ വായിക്കുന്നു കാലം നോക്കിയപ്പോൾ. എത്ര ദുഃഖപൂർണമാണെന്ന് നോക്കിയാട്ടെ. ഇന്ന് എത്രയോ വിശ്വാസികൾ 10 വർഷം 15 വർഷം 20 വർഷം 25 വർഷം സഭാജീവിതം തുടങ്ങിയിട്ട് അവർ രക്ഷിക്കപ്പെട്ടിട്ട് എത്രയോ വർഷമായി. 21:34 വായിച്ചത്. എബ്രായർ 5:12-13. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ട അവർ ഇപ്പോഴും ശിശുക്കളാണെന്ന് പറഞ്ഞു. 10, 25, 30 വർഷം കഴിഞ്ഞ വിശ്വാസികൾ സഭയിലുണ്ട്. ആത്മീയമായി ഒരു വളർച്ചയും പ്രാപിച്ചിട്ടില്ല. നമുക്കറിയാം, ബേബി ലവ് ആണ് അവരുടേത്, ബ്രൈഡൽ ലവ് അല്ലേ. ദേ ഹാവ് ബേബി ലവ്. ബേബി ലവ് ഈസ് ഡിഫറെന്റ് ഫ്രം ബ്രൈഡൽ ലവ്. ഒരു കാന്തയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ സ്നേഹമല്ല. ഒരു കുഞ്ഞിന്റെ സ്നേഹം നല്ലതാണ്, കുഞ്ഞിന്റെ ചിരി നല്ലതാണ്. പക്ഷെ കുഞ്ഞ് വളരാതിരുന്നാലോ? വളരെ കൺസേൺഡ് ആണ്. അവളെ സ്നേഹിക്കുന്നവർക്ക് അത് കൺസേൺഡ് ആണ്. ഇന്ന് ആ പെങ്ങളെ കുറിച്ച് വീട്ടുകാര്യത്തിൽ വളരെ കൺസേൺഡായി കഴിഞ്ഞു ശൂനമി. കാരണം എന്ത്? പ്രിയന്റെ കാര്യങ്ങളിൽ തൽപരയായി, കുടുംബകാര്യങ്ങളിൽ വാസ്തവത്തിൽ തൽപരയായി കഴിഞ്ഞു. ഇവിടെ നമ്മൾക്ക് വളരെയധികം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെക്കാട്ടിൽ അപക്വതയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയിൽ എല്ലാവരും വളരുവാൻ പ്രിയൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വലിയൊരു സമൂഹം വളർച്ച പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ ഇവിടെ ലജ്ജിക്കേണ്ട ഒരു ദിവസം വരികയാണ്. നമ്മുടെ പ്രിയൻ ഇവിടെ എടുത്തു പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ ശ്രദ്ധിച്ചാട്ടെ. കല്യാണം പറയുന്ന നാളിൽ ആ പ്രിയൻ മടങ്ങി വന്ന് ആ കരം പിടിക്കുന്ന ദിവസം എന്ത് ചെയ്യും? ഇൻ ദ ഡേ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇൻ ദ ഡേ വെൻ ഷീ ഷാൽ ബി സ്പോക്കൺ ഫോർ. യെസ്, ലജ്ജിക്കേണ്ടി വരും. അതല്ലേ 1 യോഹന്നാൻ 2:28 വായിക്കുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന്. യെസ്, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ലജ്ജിച്ചു പോകും. ഒന്ന് നോക്കിയേ, ആ കരം പിടിച്ച് കാന്തയായിട്ട് അവളെ സ്വീകരിപ്പാൻ പ്രിയൻ കടന്നു വരുമ്പോൾ അവൾക്ക് വളർച്ച പ്രാപിച്ചിട്ടില്ലെങ്കിൽ ലജ്ജയായി മാറില്ലേ? അവൾക്കൊരു ബ്രൈഡല്ല, ഒരു കാന്തയുടെ സ്നേഹം കൊടുക്കുവാൻ കഴിയാതെ വളർച്ച പ്രാപിക്കാതെ മുരടിച്ചിരിക്കുന്ന വിശ്വാസികൾ അവർ വാസ്തവത്തിൽ ലജ്ജിച്ചു പോകില്ലേ? 1 യോഹന്നാൻ 2:28 എടുത്തു പറഞ്ഞു, കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിപ്പാൻ. യെസ്, നമുക്ക് മനസ്സിലതിനെ കുറിച്ച് ചിന്തിക്കാം. ഇനി ഇതിന്റെ പരിഹാരം എന്താ പറയുന്നത് നോക്കിയാട്ടെ. 9-ാം വാക്യം അതിന്റെ പരിഹാരം പറയുന്നുണ്ട്. അതിന്റെ പരിഹാരം നോക്കിയാട്ടെ. 9-ാം വാക്യം, അവളൊരു മതിലെങ്കിൽ അതിന്മേലൊരു വെള്ളിമകുടം പണിയാമായിരുന്നു, ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് പണിയാമായിരുന്നു. ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിക്കാം. ഇഫ് ഷീ ബി എ വാൾ we will build upon her a palace of silver. If she be a door, we will enclose her with boards of cedar.
നോക്ക, പ്രിയനും പ്രിയയും കൂടെ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുമ്പോൾ രണ്ട് ഭാഗം പറയുന്നു. വി വിൽ ബിൽഡ്, വി വിൽ എൻക്ലോസ്. നമുക്ക് പണിയാമായിരുന്നു, നമുക്ക് അടയ്ക്കാമായിരുന്നു. അപ്പോൾ അവൾക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. എന്താണ്? വി വിൽ ബിൽഡ്, നമുക്ക് പണിയണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കണമായിരുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വായിക്കുന്നത്, ഇഫ് ഷി വി എ വാൾ. എന്നാൽ ഇവളെ വാസ്തവത്തിൽ പണിയണമെങ്കിൽ ഒരു മതിലായിരിക്കണം. രണ്ട് പറയുന്നത്, അവളെ എൻക്ലോസ് ചെയ്യണമെങ്കിൽ ഷീ ഷുഡ് ബി എ ഡോർ, വാതിലായിരിക്കണം. ഇതെന്തിനാ കാണിക്കുന്നത്? ആ രണ്ട് വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇഫ് ഷി ബി എ വാൾ, ഇഫ് ഷി ബി എ ഡോർ. അവളൊരു മതിലോ അവളൊരു വാതിലോ ആയിരുന്നെങ്കിൽ. 4-ാം അധ്യായത്തിന്റെ 12 പ്രിയയെക്കുറിച്ച് എന്താ പറഞ്ഞത്? 4:12 ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 4:12 കെട്ടിയടച്ച തോട്ടം, എ ഗാർഡൻ എൻക്ലോസ്ഡ്, എ ഗാർഡൻ എൻക്ലോസ്ഡ്. ഇഫ് ഷി ബി എ വാൾ, അവളൊരു മതിലായിരുന്നുവെങ്കിൽ. എന്തുകൊണ്ടാണ് വിശ്വാസികൾ വളരാത്തതെന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ടാണ് വളരാത്തത്? വളർച്ച പ്രാപിക്കണമെങ്കിൽ അവൾ വേർപെട്ടവളായിരിക്കണം. ഇഫ് ഷി ബി എ വാൾ, ഒരു മതിൽ എന്തിനെ കാണിക്കുന്നു? വേർപാടിനെ കാണിക്കുന്നു. എന്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. ഒരു തോട്ടമായി അവളെ കെട്ടിയടച്ചിട്ടില്ലെങ്കിൽ, ലോകത്തോട് ഇഴകിച്ചേർന്ന് കിടക്കുകയാണെങ്കിൽ അവളെ ആത്മീയമായി വളർത്തുവാൻ സാധിക്കുകയില്ല. തെളിവെന്താണ്? വചനത്തിൽ നിന്ന് എടുത്തു നോക്കിയേ. ലൂക്കോസ് 8:4-15 വരെയുള്ള വാക്യം. കർത്താവ് 4 വിധത്തിലുള്ള ഗ്രൗണ്ട് പറയുന്നു, നിലത്തെക്കുറിച്ച് പറയുന്നു. ഇതെന്റെയും നിങ്ങളുടെയും ചിത്രമാണ്. ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചാലും ചിലരിൽ ഫലമുളവാകുന്നില്ലേ, പണിയുവാൻ കഴിയുന്നില്ലേ, അവരെ വളർത്തുവാൻ കഴിയുന്നില്ല. ലൂക്കോസ് 8:4-15 വരെ 4 നിലങ്ങളെ കുറിച്ച് പറയുന്നു. 1, 5-ാം വാക്യത്തിൽ വഴിയരികിൽ വീണ വിത്ത്, 6-ാം വാക്യത്തിൽ പാറയിൽ വീണ വിത്ത്, 7-ാം വാക്യത്തിൽ മുള്ളിനിടയിൽ വീണ വിത്ത്, 8-ാം വാക്യത്തിൽ നല്ല നിലത്ത് വീണ വിത്ത്. 4 വിധമായ നിലങ്ങളെ കാണിക്കുന്നു. ആദ്യത്തെ 2 രക്ഷിക്കപ്പെടാത്തവരാണ്. വഴിയരികിൽ വീണു, പറവകൾ എടുത്തുകൊണ്ട് പോയി. പാറയിൽ വീണു, പെട്ടെന്ന് മുളച്ചു, വേറെ ഇറങ്ങാനൊക്കില്ല, അത് ഉണങ്ങിപ്പോയി. എന്നാൽ 3-4 ഞാൻ വിശ്വസിക്കുന്നു രക്ഷിക്കപ്പെട്ടവരാണ്. 3-4 നോക്കിയാട്ടെ. മുള്ളിനിടയിൽ വീണു, പൂർണ്ണഫലമില്ലേ. എന്തുകൊണ്ടാ പൂർണ്ണഫലമില്ലാത്തത്? നോക്കിയേ, അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 8:14, 7-14 നോക്കിയേ. എന്തുകൊണ്ടാണ് ഫലമില്ലാത്തത്? എന്തുകൊണ്ടാണ് ആത്മീയ വളർച്ചയില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇന്ന് ഈ കൊച്ചു പെങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നത്? ഒരു ബ്രൈഡൽ ലഹുവിലേക്ക് അവൾ വളരാത്തത്? 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 14-ാം വാക്യവും. മുള്ളിനിടയിൽ വീണു, അത് ആഴത്തിലേക്കൊക്കെ വേറെ ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഇതങ്ങോട്ട് കിളുത്ത് വളരത്തില്ല. കാരണം എന്നാ? വേർപാടിന്റെ അനുഭവമില്ലേ. ധനത്തിന്റെ മോഹം, സംസാരമോഹം. നോക്കുക, ഈ ലോകത്തിന്റെ ചിന്തകള്, അവർ ലോകത്തോട് ഇഴകി കിടക്കുകയാണ്. ധനം സമ്പാദിക്കണം, വലിയവരാകണം, ഇങ്ങനെയുള്ള ഒരു വേർപാടിന്റെ അനുഭവമില്ല. അതുകൊണ്ടാണ് പ്രിയൻ പറഞ്ഞത്, പ്രിയനും കൂടെ പറയുന്നത്, ഇഫ് ഷി വാസ് എ വാൾ, എന്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടം പോലെ ഒരു മതിലായിരുന്നെങ്കിൽ നമ്മൾ പണിയാമായിരുന്നു, വളർത്താമായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണെന്ന് നോക്കിയാട്ടെ. ഈ മുള്ളിനിടയിൽ വീണത് എന്ത് ചെയ്യണമെന്ന് എടുത്ത് പറഞ്ഞു. നമ്മളവിടെ വായിക്കുന്ന ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുക്കി പൂർണ്ണഫലം കൊടുക്കുന്നില്ലേ. 15-ാം വാക്യത്തിൽ നല്ല ഹൃദയത്തിൽ വീണത്, നല്ല വിത്ത് നല്ല ഹൃദയത്തിൽ വീണതാണ്. യഹൂദന്റെ മധ്യത്തിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നു. യെരമ്യാവ് 4:3-4 വാക്യം വായിച്ച ദൈവം എടുത്തു പറഞ്ഞു. എന്താണെന്നറിയാമോ? നിർത്താൻ പറഞ്ഞു വിത. യെരമ്യാവ് 4:3-4 വാക്യം. ദൈവം എന്താ പറഞ്ഞത്? മുള്ളിനിടയിൽ വിതയ്ക്കുന്ന നിർത്തുക. വേണേ ഒന്ന് വായിച്ചു നോക്കി. യെരമ്യാവ് 4:3-4 വാക്യം. ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ, പരിശോധന ഏൽക്കുക, ദൈവത്തിനു വേണ്ടി വേർപെടുക. അതാ എന്റെ അർത്ഥം. മുള്ളുകളുടെ ഇടയിലാണ് വിതയ്ക്കുന്നത്. ദൈവം പറഞ്ഞു നിങ്ങളുടെ ഹൃദയം പരിശോധന ഏൽക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിനു വേണ്ടി വേർതിരിയുക. അതേ ആശയമാണ് പുതിയ നിയമത്തിലും കാണുന്നത്. ഇഫ് ഷി ബി എ വാൾ, ഇഫ് ഷി ഈസ് സെപ്പറേറ്റഡ്, എന്ത് ചെയ്യാന്ന് പറഞ്ഞു? വി വിൽ ബിൽഡ് അപ്പോൺ ഹെർ എ പാലസ് ഓഫ് സിൽവർ. പാലസ് ഓഫ് സിൽവർ, വെള്ളി മകുടം പണിയാമായിരുന്നു. വെള്ളി നമുക്കറിയാം വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ മഹത്വപൂർണമായ ഒരു കാഴ്ചയാണ് വെള്ളി മകുടം, ഒരു സിൽവർ പാലസ്. വീണ്ടെടുപ്പിന്റെ ഏറ്റവും വലിയ മഹത്വം, രാജാവിന്റെ വാസസ്ഥലം, എ കിങ്സ് റെസിഡൻസ്, ഹൈ ആൻഡ് നോബിൾ ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം റിഡംഷൻ. The beautiful king's residence, highest thing of the fruit of redemption. വീണ്ടെടുപ്പിന്റെ ഏറ്റവും ഉന്നതമായ ഒന്നാണ് ആ വെള്ളി മകുടം, അല്ലെങ്കിൽ ആ സിൽവർ പാലസ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം പണിയാമായിരുന്നു.
അവളെ ഏറ്റവും അധികം ഉയർത്താമായിരുന്നു. വീണ്ടെടുപ്പിന്റെ ഏറ്റവും മഹത്വപൂർണമായ അവസ്ഥയിലേക്ക് അവളെ ഉയർത്താമായിരുന്നു. ഒരു വിശ്വാസി ഏറ്റവും വലിയ വളർച്ചയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. ഇഫ് ഷീ വാസ് എ വാൾ, അവളൊരു മതിലായിരുന്നെങ്കിൽ, അവൾ വാസ്തവത്തിൽ വേർപെട്ടിരുന്നെങ്കിൽ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, യഹൂദ പുരുഷന്മാരോട് നിങ്ങളുടെ ഇടയിൽ മുള്ളിന്റെ ഇടയിൽ വിതയ്ക്കേണ്ട ആവശ്യമില്ലേ. ധനത്തിന്റെ മോഹം, ചിന്തകള്, വാസ്തവത്തിൽ ആത്മീയ വളർച്ച സംഭവിക്കാതിരിക്കുന്നത് ഹൃദയത്തിന്റെ നിലവാരമാണ്. രണ്ടാമത് കൊടുത്ത് പറഞ്ഞു, ഇഫ് ഷീ വാസ് എ ഡോർ, കെട്ടിയടയ്ക്കാമായിരുന്നു. യെസ്, എന്തിനാണ് ഡോറ്? അടയ്ക്കുവാനും തുറക്കുവാനുമുള്ളതാണ്. വീണ്ടും ഇതും വേർപാടിനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണെന്നറിയാമോ? അനേക ഭാഗങ്ങളുണ്ട്. സംഖ്യാപുസ്തകം 19:15 ഇങ്ങനെ വായിക്കുന്നുണ്ട്, മൂടിക്കൊട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമൊക്കെയും അശുദ്ധമാകും. യെസ്, കൂടാരത്തിൽ വെച്ച് ഒരുത്തൻ മരിക്കുമ്പോൾ മൂടിക്കെട്ടാതിരിക്കുന്ന പാത്രങ്ങളൊക്കെ, അടപ്പില്ലാത്ത പാത്രത്തിൽ ഇരിക്കുന്നതൊക്കെ മലിനപ്പെടും. നമ്മുടെ ജീവിതം ഒരു മൂടിക്കെട്ടിയ പാത്രമാണ്. നമുക്ക് 2 ഗേറ്റ് ഉണ്ട്. ഏതാണെന്നറിയാമോ? ഐ ഗേറ്റ് ആൻഡ് ഇയർ ഗേറ്റ്. ഐയും ഇയറും, അങ്ങനെയാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മളിലേക്ക് പ്രവേശിക്കുന്ന 2 ഗേറ്റ്, ഒന്ന് ഐ ഗേറ്റ്, മറ്റൊന്ന് ഇയർ ഗേറ്റ്. നമ്മുടെ കർത്താവിനെ കുറിച്ചൊന്ന് വായിച്ചാട്ടെ. ഇത് രണ്ടും നമുക്ക് വായിക്കുന്നു. 42 യെശയ്യാവ് 42 എടുത്തേ. അവന്റെ ഈ 2 കഥകൾ എങ്ങനെയായിരുന്നു നോക്കാം. ഐ ഗേറ്റും ഇയർ ഗേറ്റും എങ്ങനെയായിരുന്നു നോക്കാം. യെശയ്യാവ് 42:19-20. യെശയ്യാവ് 42:19-20 യേശുക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. എന്റെ ദാസനെ പോലെ കുരുടനും എന്റെ ദാസനെ പോലെ ചെകിടനുമാർ. ആരാണ് ഈ ദാസൻ? യേശുക്രിസ്തുവാണ്. കർത്താവിന് കൊടുത്തിരിക്കുന്ന പേരാണ് കുരുടനും ചെകിടനും. എങ്ങനെയാ? കാരണം അവൻ പലതും കണ്ടിട്ട് കാണാത്തവനെ പോലെ, കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ. കാരണം എന്താ? കർത്താവ് കാണുന്ന എല്ലാ കാര്യത്തിലും പോയി ഇൻവോൾവ് ചെയ്യുകയല്ല. അവൻ കേൾക്കുന്ന എല്ലാ കാര്യത്തിലും അവന്റെ ചെവി കൊടുക്കുകയല്ല. അവന്റെ ചെവി ചിലതിനൊക്കെ അടച്ചിരിക്കുകയാണ്. അവന്റെ കണ്ണുകൾ ചിലതിനൊക്കെ അടച്ചിരിക്കുകയാണ്. എന്റെ ദാസനെ പോലെ ചെകിടനും എന്റെ ദാസനെ പോലെ കുരുടനുമാർ. പലതും കണ്ടിട്ട് കാണാത്തവനെ പോലെ, കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ. ദൈവമക്കളായി നമ്മള് പലതും കണ്ടിട്ട് കാണാത്തവരെ പോലെ ജീവിക്കണം. പലത് കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ ജീവിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ എല്ലാത്തിനെയും നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ കാതിൽ കൂടെ കടക്കുവാൻ എല്ലാത്തിനെയും നമ്മൾ അനുവദിക്കരുത്. അതിനെന്താണ് ആവശ്യം? ഒരു ഡോർ ആവശ്യമാണ്. നമ്മളിവിടെ വായിക്കുന്നു, എന്താണ്? വാതിലായിരുന്നെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു. ദേവദാരു പലക നേരത്തെ നമ്മൾ പഠിച്ചു. കർത്താവിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. സംഖ്യാപുസ്തകം 14:4, സംഖ്യാപുസ്തകം 16:6 ദേവദാരു കർത്താവിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. ഈ സോപ്പും ദേവദാരുവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അവന്റെ രൂപം ലെബനോനെ പോലെ എന്ന 5:15 നമ്മൾ വായിച്ചു ഉത്തമഗീതത്തിൽ. ലെബനോനിലെ ദേവദാരുവിന്റെ മഹത്വം കർത്താവിന്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള സ്വർഗീയമായതിനെ കൊണ്ട് പണിയാമായിരുന്നു. ദേവദാരു പല കൊണ്ട് പണിയാമായിരുന്നു. ഇവിടെ വലിയ പാഠം നമുക്ക് കിട്ടുന്നു. ആത്മിക വളർച്ച സംഭവിക്കണമെങ്കിൽ നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞെങ്കിലേ സാധിക്കുകയുള്ളൂ. ലോകത്തോട് നമ്മൾ ഇഴകിച്ചേർന്ന് ജീവിച്ചാൽ ആത്മീയമായിട്ട് വളർച്ച സംഭവിക്കുന്നില്ലേ? യേശുക്രിസ്തുവിന് വേണ്ടി നമ്മളെ തന്നെ വേർതിരിക്കണം. നമ്മള് പലതും കണ്ടിട്ട് കാണാത്തവനെ പോലെ, കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ, ആ വാതിൽ കൊണ്ട് അടയ്ക്കപ്പെട്ടവരെ പോലെ ആയിരിക്കണം. ഇവിടെ പ്രിയനും പ്രിയയും കൂടെ പറയായിരുന്നു, അവളൊരു മതിലായിരുന്നെങ്കിൽ, അവളൊരു വാതിലായിരുന്നെങ്കിൽ നമുക്ക് ഈ മഹത്വപൂർണമായ കാര്യങ്ങൾ കൊണ്ട് പണിയാമായിരുന്നു. യെസ്, അവളിത് പറയുമ്പോൾ അവളുടെ മഹത്വമാണ് 10ാം വാക്യത്തിൽ എടുത്ത് കാണിക്കുന്നത്. I am a wall and my breast like towers. Then was I in his eyes as one found favor. ആ വാക്യം നോക്കിയാട്ടെ. Then was I in his eyes as one that found favor. അപ്പോൾ അവന്റെ കൺമുമ്പിൽ ഫേവർ ലഭിച്ച, അല്ലെങ്കിൽ സമാധാനം പ്രാപിച്ച, ആനുകൂല്യം പ്രാപിച്ചവളെ പോലെ ഞാനായി മാറി. കാരണം എന്താണ്? I am a wall. യെസ്, ഞാൻ വേർതിരിഞ്ഞവളാണ് എന്ന് മാത്രമല്ല, ഒരിക്കൽ അവൾ അനാകർഷകയായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഉത്തമഗീതത്തിൽ തന്നെ പ്രിയ പറയുന്നുണ്ട്, ഞാൻ കറുത്തവളാണ്, എന്റെ പ്രിയന് ഞാൻ അയോഗ്യയാണ്, ആ മഹത്വപൂർണനായ കർത്താവിന് വേണ്ടി ഞാൻ യോഗ്യതയുള്ളവളല്ല. അവൾ വളരുകയാണ്. അവളുടെ വിശ്വാസവും സ്നേഹവും വളർന്നു, പക്വതയിലേക്ക് വളർന്നു. Then I found favor in his sight. അവന്റെ കൺമുമ്പിൽ ഇപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു എന്നുള്ളത് ഫേവർ കിട്ടി. ഇതിന്റെ മനോഹരമായൊരു ചിത്രം പഴയ നിയമത്തിലുണ്ട്. നമ്മള് യാക്കോബിന്റെ ഭാര്യമാരെ കുറിച്ച് വായിക്കുന്നു, ലേയും റാഹേലും. റാഹേലിനെ ആയിരുന്നു യാക്കോബിന് കൂടുതൽ ഇഷ്ടം, കാരണം അവളുടെ സൗന്ദര്യമായിരുന്നു. ലേ അത്രത്തോളം സ്നേഹിച്ചില്ല, അവൾ അത്രത്തോളം സൗന്ദര്യമുള്ളവളല്ലായിരുന്നു. എന്നാൽ കാലങ്ങൾ കുറെ കഴിഞ്ഞു, റാഹേല് മക്കളെ പ്രസവിച്ചില്ല.
ലേയ മക്കളെ പ്രസവിച്ചു. വീണ്ടും റാഹേൽ പ്രസവിച്ചു. എന്നാൽ ലേയ അനേക മക്കളെ പ്രസവിച്ചു. അവളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഉൽപ്പത്തി 29 എടുത്തേ. യെസ്, 29:32 വായിച്ചേ. ഇതിന്റെ വ്യാഖ്യാനമാണത് വാസ്തവത്തിൽ. ഉൽപ്പത്തി 29:32. Then I found favor in his sight. അവന്റെ കൺമുമ്പിൽ യെസ് ഞാനിപ്പോൾ ആനുകൂല്യം കിട്ടി. 29:32. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. Then I found favor in his sight. ആ ഭർത്താവിന് വേണ്ടി അവൾ വളരെ ഫലം കായ്ച്ചു. യെസ്, അവൾ വളരെ സ്നേഹിക്കപ്പെട്ടവളല്ലായിരുന്നു. 1:5 നമ്മൾ വായിച്ചു, ഞാൻ കറുത്തവളാണ്. 1:6 വായിച്ചു, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുകയാണ്. ആ പ്രിയന്റെ മുന്നിൽ എനിക്ക് അത്രത്തോളം ഫേവർ ഒന്നുമില്ല. എന്നാൽ നോക്കുക, ദൈവത്തിന്റെ കൃപ അവളെ രൂപാന്തരപ്പെടുത്തി. എഫേസ്യനിൽ നമ്മൾ വായിക്കുന്നു, കറയും കളങ്കവുമില്ലാത്തവളായി അവളെ മുന്നിൽ നിർത്തുവാൻ അവൻ തന്നെത്താൻ പ്രവർത്തിക്കുകയാണ്. Then I found favor in his sight. ആത്മിക വളർച്ചയുണ്ടായി. ലേയെ പോലെ മക്കളെ പ്രസവിച്ച് നോക്കുക, ഭർത്താവിന്റെ സ്നേഹം കവർന്നെടുക്കുവാൻ അവൾക്ക് കഴിഞ്ഞതുപോലെ ഇവൾ വളർന്നു. യെസ്, അവളുടെ സ്നേഹവും വിശ്വാസവും നമ്മൾ വായിക്കുന്നു, അതൊരു ടവർ പോലെ, ഗോപുരം പോലെ വളർന്നു. നമുക്കറിയാം, ടവർ ആത്മീയ വളർച്ചയുടെ വലിയൊരു പ്രകടനമാണ്. ശത്രുവിന്റെ നീക്കങ്ങളെ നോക്കുവാൻ തക്കവണ്ണം വളർച്ച പ്രാപിച്ച മെച്യൂരിറ്റിയാണ് അത് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് 11 തൊട്ടുള്ള വാക്യം നോക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗത്തോടുകൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഉത്തമഗീതം 11 തൊട്ട് 14 വരെയുള്ള വാക്യം. ഓടിപ്പോക എന്നുള്ള ഭാഷാന്തരം തെറ്റാണ്, ഓടി വരിക എന്ന. മേക്ക് ഹേസ്റ്റ് മൈ ബെലവഡ് എന്ന. മേക്ക് ഹേസ്റ്റ്, എന്റെ പ്രിയ വേഗത്തിൽ വരണമെന്നാണ് അതിന്റെ ആശയം. ചില മലയാള ട്രാൻസ്ലേഷനിൽ എനിക്കൊന്ന് തിരുത്തിയിട്ടുണ്ട്. ഓടിപ്പോകാനല്ല, വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന പോലെ തന്നെയാണ് വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ഇവിടെ കർത്താവിന്റെ വരവിനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോൾ 11 തൊട്ട് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ പ്രയത്നവും പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം, ഈ മനോഹരമായ കാവ്യം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ആ 11ാം വാക്യം തുടങ്ങി നോക്കിയാൽ ഒരു വിശുദ്ധന്റെ ശുശ്രൂഷയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവിന്റെ വരവിന് മുമ്പുള്ള വിശ്വാസിയുടെ സ്ഥിതിയാണ് ഇനിയിപ്പോൾ പറയുന്നത്. നോക്കാം, ഇവിടെ ചില കാവൽക്കാരെ ശലോമോൻ ബാൽഹാമ കുന്നിലുള്ളത് ഏൽപ്പിക്കുകയാണ്, അവന്റെ മുന്തിരിത്തോട്ടങ്ങൾ. ബാൽഹാമോൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദ ലോർഡ് ഓഫ് എ മൾട്ടിറ്റ്യൂഡ് എന്നാണ്. ദ ലോർഡ് ഓഫ് മൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദ ക്രൗഡ് എന്നാണ്. ബാൽഹാമോൻ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ദ ലോർഡ് ഓഫ് മൾട്ടിറ്റ്യൂഡ് ഓർ ലോർഡ് ഓഫ് ക്രൗഡ്. ഈ വിധത്തിൽ ശലോമോൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. ഈസ് ദ ലോർഡ് ഓഫ് ദ ക്രൗഡ്. അവൻ അനേക തോട്ടങ്ങളുണ്ട്. ശലോമോന് വാസ്തവത്തിൽ അനേക മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് അനേക തോട്ടങ്ങളുണ്ട്, അനേക സലസഭകളുണ്ട്. ഇവിടെ ബാൽഹാമോൻ കുന്നിലെ ഈസ് ദ ലോർഡ് ഓഫ് മൾട്ടിറ്റ്യൂഡ്. സഹസ്രങ്ങളുടെ കർത്താവാണവൻ, വലിയ കൂട്ടങ്ങളുടെ കർത്താവാണവൻ. ബാൽഹോമിലെ ആ കർത്താവ്, അവന്റെ തോട്ടം അവൻ ആരുടെ കൊടുത്തിട്ടാ പോയിരിക്കുന്നത്? കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇതോട് ചേർത്ത് മത്തായി 21:33 തൊട്ട് 46 വരെയുള്ള വാക്യം നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. കുലീനനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അത് പാട്ടക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചേച്ചു പോയി. ആ മുന്തിരിത്തോട്ടം എന്താണെന്ന് പറഞ്ഞു 43ാം വാക്യം, ദൈവരാജ്യമാണ്. അല്ലേ? ഒരു നിമിഷം ഒന്ന് നോക്കാം. മത്തായി 21. എത്ര മനോഹരമായൊരു ഉപമയാണെന്ന് നോക്കിയാട്ടെ. അത് നമ്മുടെ ശുശ്രൂഷയുടെ വലിയ ചുമതലകളെ അവിടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ശലോമോന്റെ ഈ വാക്കുകളോട് ഒത്തുചേർത്ത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന വാക്യങ്ങളാണ്. 21-ാം അധ്യായം അതിന്റെ 33 തൊട്ട്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യന് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വേലി കെട്ടി, ചക്ക കുഴിച്ചിട്ടു, ഗോപുരം പടുതു, പിന്നെ കുടിയാന്മാരെ പാട്ടത്തിനേൽപ്പിച്ച് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്ക് അനുഭവം വാങ്ങേണ്ടതിന് ദാസന്മാരെ കുടിയാന്മാരുടെ അയക്കുകയാണ്. അവരെ അത് കൊടുക്കുന്നില്ല. 41-ാം വാക്യം, അവർ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കുമെന്ന് അവർ അവരോട് പറഞ്ഞു. യഹൂദന്റെ കയ്യിൽ നിന്ന് തോട്ടമെടുത്ത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്ന കാര്യമാണ്. 43-ാം വാക്യം, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, മുന്തിരിത്തോട്ടം ദൈവരാജ്യമാണ്. ഇന്ന് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും കയ്യിൽ തന്നിരിക്കുകയാണ്. ഇവിടെ ഉത്തമഗീതത്തിൽ നമ്മൾ പഠിച്ചതാണ് ലോർഡ് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ്, ലോർഡ് ഓഫ് ദ ക്രൗഡ്. ബാൽഹാമോൻ കുന്നിലെ ആ ശലോമോന്റെ മുന്തിരിത്തോട്ടം, വലിയ കൂട്ടങ്ങളുടെ ഉടയവനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ശലോമോൻ അവൻ എന്ത് ചെയ്തു? അവന്റെ തോട്ടങ്ങൾ ചില സൂക്ഷിപ്പുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചേച്ചു പോയിരിക്കുകയാണ്.
നമ്മളാരാണ്? ഈ തോട്ടത്തെ സൂക്ഷിക്കുന്നവരാണ്. ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ തോട്ടമാണ്, കൃഷിയാണ്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എടുക്കുന്നില്ല. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനെ സൂക്ഷിക്കാനാണ്. സൂക്ഷിപ്പുകാർ. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ കൊണ്ടുവന്നാക്കി എന്തിനാ? സൂക്ഷിക്കാൻ, വേല ചെയ്യുവാനും കാപ്പാനും. എന്നെയും നിങ്ങളെയും ഇവിടെ ആക്കിയിരിക്കുന്നത് വേല ചെയ്യുവാനും കാക്കാനുമായിട്ടാണ്. അതിന്റെ 19-ാം വാക്യത്തിൽ വളരെ കാലം കഴിഞ്ഞ ശേഷം തന്റെ ദാസന്മാരുടെ അടുക്കൽ യജമാനൻ മടങ്ങി വരികയാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഈ അവന്റെ ആബ്സെൻസിൽ നമ്മളെ ഏൽപ്പിച്ചതിന്റെ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും. ഈ യജമാനോട് നമുക്ക് കൂറുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളാലാവോളം വേല ചെയ്യും. നമ്മൾ അവനോട് വിശ്വസ്തനായിരിക്കും. അവന് കൊടുക്കേണ്ട പൂർണ്ണമായി കൊടുക്കും. ആ കൊടുക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. അവൻ പാഠമായിട്ട് ഓരോരുത്തരും 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. 1000 പണം വീതം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ 1000 പീസ് ഓഫ് സിൽവർ ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ പൂർണ്ണമായ ഫലം വാട്ട് ഈസ് ഡ്യൂ ടു ദ ലോർഡ്. അതായത് ശലോമോന് കൊടുക്കേണ്ടത് 1000 വെള്ളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഫലമാണ്. ഇവിടെ ഈ പൂർണ്ണഫലം എങ്ങനെ കൊടുക്കാൻ കഴിയും? ഇതൊരു പഠനമാണ്. പൂർണ്ണഫലം എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഈ 1000 വെള്ളി വെച്ച് ഈ ശലോമോന് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും? സ്നേഹത്തിലും വിശ്വാസത്തിലും ഉള്ള പ്രയത്നം കൊണ്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഒരു പ്രയത്നമാണ്. നമുക്ക് താഴോട്ട് ആ പ്രയത്നത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കാണാൻ സാധിക്കും. 2 വിധത്തിലുള്ള ദാസന്മാരെന്തുണ്ട്? പട്ടാളത്തിൽ 2 വിധത്തിലുള്ള പട്ടാളക്കാരുണ്ട്, ഇല്ലേ? ഉണ്ട്. കൂലി പട്ടാളക്കാരുണ്ട്, അല്ലാതെ ദേശത്തോടുള്ള സ്നേഹം മൂലം പട്ടാളക്കാരായിട്ടുള്ളവരുണ്ട്. കഴിഞ്ഞ സൺഡേ സ്റ്റാൻഡേർഡിൽ വായിച്ചില്ലേ സ്വീഡിഷ് ആർമിയെ കുറിച്ച്? സ്വീഡിഷ് ആർമി കൂലി പട്ടാളക്കാരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവരാ. ഇന്ന് പോപ്പിന്റെ മാത്രം കാവൽക്കാരാ 100-200 പേരെ ഉള്ളെന്ന്. അവർ നേരത്തെ എല്ലാം കൂലിപ്പട്ടാളക്കാരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന. നമുക്ക് കൂലി പട്ടാളക്കാർക്ക് ഇത് കൊടുക്കാൻ സാധിക്കത്തില്ല. അവരാരാണെന്നറിയാമോ? ദേ ലേബർ അണ്ടർ ദ ലോ. ഒരു കോൺട്രാക്ടിന്റെ ബേസിസിലാണ് അവർ ജോലി ചെയ്യുന്നത്. പണത്തിന് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. എന്നാൽ വേറെ ഒരു കൂട്ടരുണ്ട്, ആരെന്നറിയാമോ? ലേബറിംഗ് അണ്ടർ ലവ്. സ്നേഹത്തിന്റെ കീഴിൽ അധ്വാനിക്കുന്നവർ. ആ പ്രയത്നവും കൂലിപ്പട്ടാളക്കാർ പ്രയത്നവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് ആരാണ് വാസ്തവത്തിൽ സ്നേഹപ്രയത്നം ചെയ്യുന്നവരാണ്? പൗലോസും മറ്റും പറയുന്നത് എന്താ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. അവന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായിരിക്കണം. നമ്മൾ ഇന്നലെ ചിന്തിച്ചില്ലേ? 2 ശമൂവേൽ 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം തുടങ്ങി ദാവീദിന് ബേഥലേം കിണറ്റിലെ വെള്ളം കുടിക്കുവാൻ ആർത്തി കൊണ്ട് ചോദിച്ചപ്പോൾ സ്നേഹത്താൽ നിർബന്ധിതരായ 3 പേര് അവന് വേണ്ടി കൊണ്ട് കൊടുക്കുകയാണ്. വാസ്തവത്തിൽ അത് 1000 വെള്ളിക്കാശ് കൊടുക്കുന്നതിന് തുല്യമാണ്. അതിന്റെ പൂർണ്ണഫലം കൊടുക്കുന്നതിന് തുല്യമാണ്. അവൾ ഒരിക്കൽ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം നോക്കിയില്ല എന്ന് പറഞ്ഞു. അവൾ വളർന്നു. അവന്റെ മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാരായി അവൾ മാറി, അധ്വാനിക്കുവാൻ തുടങ്ങി. അവൾ ഇന്ന് പ്രിയനു വേണ്ടി കൊടുക്കുവാനായിട്ട് കഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ കണക്കുകളെ കൊടുക്കുകയാണ്. റോമർ 14:12 നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. റോമർ 14:13 നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 1 കൊരിന്ത്യർ 3:13 ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ ശോധനയും. 1 കൊരിന്ത്യർ 4:5 അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. നോക്കുക, ഈ ലോക ജീവിതത്തിൽ കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരായി സ്നേഹത്താൽ നമ്മൾ പ്രയത്നിക്കുമ്പോൾ, അവന് കൊടുക്കേണ്ട പൂർണ്ണമായത് നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മളാൽ അസാധ്യമാണ്. എന്നാൽ സ്നേഹപ്രയത്നത്താൽ അവന് കൊടുക്കേണ്ടത് കൊടുക്കുവാൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫലം കാക്കുന്നവർക്ക് അതിന്റെ വീതം കൊടുക്കുകയാണ്. എത്ര മനോഹരമായൊരു വാക്യം! അവന് പൂർണ്ണമായ ഫലം കൊടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഓരോരുത്തരും 1000 വീതം കൊണ്ടുവരുമ്പോൾ ശലോമോനെ നിനക്ക് 1000, ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. ഫലം കാക്കുന്നവർക്ക് 200 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ പ്രയത്നത്തിന് അവൻ പ്രതിഫലം കൊടുക്കുകയാണ്. ശലോമോൻ ആരാണ്? ബാലഹാമാൻ കുന്നിലെ ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവനാണ്. ലോർഡ് ഓഫ് ദ ക്രൗഡ്. വലിയ സഹസ്രങ്ങളുടെ അവൻ കൂട്ടത്തിന്റെ കർത്താവാണ്. പക്ഷെങ്കിൽ അന്ന് പ്രതിഫലം വീതിക്കുന്ന ദിവസം അവന് വേണ്ടി അധ്വാനിച്ച് അവന് പൂർണ്ണഫലം കൊടുത്തിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവജനത്തിന് അവൻ അതിന്റെ വീതങ്ങൾ വിഭാഗിച്ചു കൊടുക്കും. അതിന്റെ വീതം അന്ന് കൊടുക്കും. പലരും അന്ന് വീതം പിടിച്ചു പറ്റും.
അവന് വേണ്ടി അധ്വാനിച്ചവർക്ക് അവനെന്ന് വീതം കൊടുക്കും. നമ്മൾ 1 കൊരിന്ത്യർ 3:8-9 വായിക്കും. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തൻ താൻ താന്റെ അധ്വാനത്തിനൊത്തോണം കൂലി കിട്ടും. ഓരോരുത്തൻ അവനവന്റെ അധ്വാനത്തിന് തക്ക കൂലി കിട്ടും. പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു. ഒരാൾ നടുന്നു, ഒരാൾ നനയ്ക്കുന്നു. അനേക ശുശ്രൂഷകൾ കർത്താവിന്റെ സഭയുള്ള ബന്ധത്തിൽ ചെയ്യുന്നു. എന്നാൽ ഓരോരുത്തന് അവനവന്റെ പ്രയത്നത്തിന് അനുസരിച്ച് കൂലി കിട്ടും. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ചെറിയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, സ്നേഹത്തിന്റെ പ്രയത്നമായി അവന് കൊടുക്കേണ്ട 1000 വെള്ളിക്കാശ് കൊടുക്കുമ്പോൾ, അവന് പൂർണ്ണമായി ഫലം നൽകുമ്പോൾ, നമുക്ക് 200 വെച്ച് തരുവാൻ അവന് സന്നദ്ധനായിരിക്കുന്നു, നമുക്കും പ്രതിഫലം തരുന്നു എന്നുള്ള വലിയ ചിന്ത നമ്മളെ ഇവിടെ കാണിക്കുകയാണ്. അവളുടെ സ്വന്തം മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് അവൾക്ക് നേരത്തെ ചിന്തയില്ലായിരുന്നു. 1:6 നോക്കിക്കട്ടെ. 1:6 നമ്മൾ നേരത്തെ പഠിച്ചു. ഞാൻ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം കാത്തിട്ടില്ല. അവളുടെ സ്വന്തം മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് അവൾക്ക് ചിന്തയില്ലായിരുന്നു. അവളുടെ അമ്മയുടെ പുത്രന്മാരുടെ മുന്തിരിത്തോട്ടം അവൾ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവളുടെ തോട്ടത്തെക്കുറിച്ച് ചിന്തയുള്ളവളായി. 8:12 വന്നപ്പോൾ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം, അവളെ ഏൽപ്പിച്ചത് അവൾ കാവൽ ചെയ്യുകയാണ്. അതിന്റെ മനോഹരമായ ചിത്രം കാണുന്നു. 13-ാം വാക്യം വളരെ വളരെ അർത്ഥപൂർണമായ വാക്യവും ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ ആ വാക്യം വന്നിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു വാക്യവുമാണ്. 13-ാം വാക്യം, ഉദ്യാന നിവാസിനിയെ സഹിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, അതെന്നെയും കേൾപ്പിക്കണമേ. ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. Thou that dwelleth in the garden, the companions hearken to thy voice, cause me to hear it. ഒന്നാമത് നോക്കിയാട്ടെ, Thou that dwelleth in the garden. തോട്ടത്തിൽ വസിക്കുന്നവനെ, ആരാണ് തോട്ടത്തിൽ വസിക്കുന്നത്? കർത്താവാണ്. തോട്ടം അവന്റെ സഭയാണ്, ഇല്ലേ? 2:16 നമ്മൾ വായിച്ചു, അവൻ ലില്ലി പുഷ്പങ്ങളുടെ മധ്യത്തിൽ ആട് മേയ്ക്കുന്നു. 5:1 വായിക്കുന്നു, ഞാൻ എന്റെ തോട്ടത്തിൽ വന്നു. അവൻ തോട്ടത്തിൽ മേയ്ക്കുന്നു, അവൻ തോട്ടത്തിലുണ്ട്, തോട്ടത്തിൽ വസിക്കുന്നവനാണ്. കർത്താവ് പറഞ്ഞില്ലേ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യയുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് വിളിച്ചിരിക്കുകയാണ്, Thou that dwelleth in the garden. തോട്ടത്തിൽ വസിക്കുന്നവനെ, അവന്റെ തോട്ടത്തിൽ വസിക്കുന്നു. നോക്കുക, ഈ തോട്ടത്തിൽ വസിക്കുന്നവന്റെ സഖിമാർ അവന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഈ സഖിമാരാണ് ആരാണ്? അവന്റെ ജനമാണ്. അവന്റെ ജനം അവന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഇല്ലേ? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഓർമ്മയുണ്ടോ വാക്യം? കർത്താവിന്റെ ആടുകള് കർത്താവിന്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 10:3 വാക്യം, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകൾ അവന്റെ പേർ ചൊല്ലി വിളിക്കുന്നു, പുറത്തു കൊണ്ടുപോവുകയും തനിക്കുള്ളയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവനവയ്ക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞു അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായികൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. നോക്കുക, അവന്റെ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അറിയുന്നു. അവന്റെ കമ്പാനിയൻസ് അവന്റെ സ്വരം ശ്രദ്ധിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പ്രിയോട് അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ, നിന്റെ സ്വരം ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാണ്. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. പ്രിയയുടെ സ്വരം കേൾപ്പാൻ അവൻ കൊതിച്ചു. ഇന്ന് അവന്റെ സ്വരം കേൾപ്പാൻ അവൾ കൊതിക്കുകയാണ്. ഇവിടെ ഈ വാക്യം വളരെ അർത്ഥപൂർണമാണ് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ. കാരണം എന്താ? 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ യേശുക്രിസ്തു ഓരോ സഭയോടും പറഞ്ഞു, എന്ത് പറഞ്ഞു? ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ പ്രിയ പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ, അതെന്നെയും കേൾപ്പിക്കണമേ. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? കോസ് മീ ഓ മൈ ലോർഡ് ടു ഹിയർ ദൈ വോയിസ്. നിന്റെ സ്വരം എന്നെ കേൾപ്പിക്കണമേ. കോസ് മീ ഓ മൈ ലോർഡ് ടു ഹിയർ ദൈ വോയിസ്. ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം, അവളുടെ പ്രാർത്ഥനയായിരിക്കണം. അവളുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. സങ്കീർത്തനം 81:11-12 വാക്യം ഇതോട് ചേർത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. അവൻ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അവരെ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ, പ്രിയന്റെ ശബ്ദം കേൾപ്പാൻ സഭയ്ക്ക് അനേകർക്ക് ഇന്ന് വാസ്തവത്തിൽ മനസ്സില്ല. ഇസ്രയേലിന് പറ്റിയ പരാജയം ഇതായിരുന്നു, അല്ലേ? വേണമെങ്കിൽ 1-2 വാക്യം നോക്കിയേ. ആവർത്തനം 29, 40 വർഷം മരുഭൂമിയിൽ നടന്ന ശേഷം അവസാനമായിട്ട് ഇസ്രായേലിനെ കുറിച്ച് മോശ പറഞ്ഞ വാക്കാണ്. ആവർത്തനം 29:1-3 വരെ 3-ാം വാക്യമെങ്കിലും ഒന്ന് വായിക്കാം. 40 വർഷം ദൈവം അവരെ നടത്തുകയാണ്. ദൈവം അവരുടെ മധ്യത്തിൽ വസിച്ചു. പക്ഷെങ്കില് മോശ പറയുന്നു,
ഈ കേൾക്കേണ്ട, ഇത് തിരിച്ചറിയാനുള്ള കണ്ണും കേൾക്കുവാനുള്ള ചെവിയും ഒരു ഗിഫ്റ്റാണ്. 3-ാം വാക്യമെങ്കിലും വായിക്കാം. ദൈവമാണ് അവരോട് സംസാരിച്ചുകൊണ്ടത്. പക്ഷെ മോശ പറയുക, നിങ്ങൾക്ക് ആ ചെവി ഇന്ന് വരെ കിട്ടിയിട്ടില്ല, ആ ദൈവശബ്ദങ്ങൾ കേൾപ്പാൻ സാധിച്ചിട്ടില്ല. കാരണം എന്നാ? അവർ കഠിനപ്പെട്ടു, ദൈവത്തെ അനുസരിക്കാതെ വന്നു. യഹൂദൻ 40 വർഷം മരുഭൂമിയിൽ നടന്നു. ആ 40 വർഷത്തിന്റെ അന്ത്യത്തിൽ മോശ പറയുകയാണ്, എങ്കിലും ഇന്ന് വരെ ആ ചെവി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ, തിരിച്ചറിയുവാനുള്ള ചെവി. അതിന്റെ കാരണം ഇതാണ്. എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട് ഇതോടുള്ള ബന്ധത്തിൽ. ഉപമയിൽ കൂടെ കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് ഉപമയിൽ കൂടെ അല്ല സംസാരിച്ചു തുടങ്ങിയത്. പരസ്യമായി ആദ്യം സംസാരിച്ചതാണ്. അവന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രത്യേക ഘട്ടത്തിലാണ് ഉപമയിൽ കൂടെ സംസാരിക്കാൻ തുടങ്ങുന്നത്. മത്തായി 13 എന്തിനാണ് ഉപമയിൽ കൂടെ സംസാരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. 13-ാം വാക്യം വായിച്ചാൽ യെശയ്യാവിൽ നിന്നുള്ളൊരു കോട്ടിക്കാണ്. യെശയ്യാവ് 6:9-10 വരെയുള്ള കോട്ടിക്ക. എന്താണെന്നറിയാമോ? ഒന്ന് വായിച്ചു നോക്കിയേ. 13-14 വാക്യം, മത്തായി 13:14. നോക്കുക, ഇത് യെശയ്യാവ് 6:9-10 വരെയുള്ള വാക്യമാണ്. ഹൃദയം തടിച്ചിരിക്കുന്നു, ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. ആ ചെവി കൊണ്ട് സൂക്ഷ്മമായ ദൈവശബ്ദം കേൾപ്പാൻ അവർക്ക് താല്പര്യമില്ല. ദൈവകാര്യങ്ങളെ കാണുവാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സമ്പത്ത് കൊണ്ട്, അവരുടെ കൊഴുപ്പ് കൊണ്ട് അവരുടെ ഹൃദയമൊക്കെ അങ്ങ് തടിച്ചുപോയി. ദൈവിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, മത്സരം. അതുകൊണ്ടാണ് സഭയോട് പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവജനത്തിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ പ്രസംഗം നടന്നാലും ഈ ദൈവജനം വായിച്ചു കേട്ടാലും ചിലരുടെ ഹൃദയത്തിന്റെ അകത്തോട്ട് ഇറങ്ങുന്നില്ല, ചിലർക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. യഹൂദന് സംഭവിച്ച പോലെ. എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ചെവി അവർക്കില്ല, ആന്തരിക ഹൃദയം തുറന്നിട്ടില്ല. യെസ്, ഇത് ദൈവജനത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. മത്സരഗൃഹം, ദൈവത്തോട് റിബലിയസ് ആകുക, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാതിരുന്നാൽ നമുക്ക് മുന്നറിയിപ്പ് തന്നു. എബ്രായർ 3:12-15 സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹാർഡൻ നോട്ട് യുവർ ഹാർട്ട്. ദൈവജനം എതിർത്ത് നിന്നാൽ, ദൈവത്തോട് എതിർത്ത് നിന്നാൽ എന്ത് സംഭവിക്കും? മറുതലിപ്പുണ്ടായാൽ എന്ത് സംഭവിക്കും? കുറച്ചുകൂടെ തഴമ്പിച്ചു പോകും. നമ്മൾ അനുസരിക്കുകയാണെങ്കിലോ കുറച്ചുകൂടെ മൈൽഡാകുകയാണ്. ഇവിടെ ശൂന്യമി പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സ്വരം എന്നെ കേൾപ്പിക്കണമേ. Cause me, O my Lord, to hear thy voice. നിന്റെ സ്വരം എന്നെ കേൾപ്പിക്കണം. ജീവിതത്തിന്റെ അന്ത്യം വരെ നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കും, കർത്താവേ, നിന്റെ വാക്ക് എനിക്ക് തിരിച്ചറിയുവാൻ, നിന്റെ കാര്യങ്ങളെ എനിക്ക് ഗ്രഹിപ്പാൻ നീ എന്നെ അനുവദിക്കണമേ. അനേക വിശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷെങ്കിൽ കർത്താവിന്റെ വാക്കുകളെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അവർക്ക് അനുഗ്രഹം ലഭിച്ചിട്ടില്ല. നിന്റെ ദാനമാണ്, എന്നെ സഹായിക്കണം. അവസാനമായിട്ട് ആ വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. എന്റെ പ്രിയ, നീ പരിമള പർവ്വതത്തിലെ ചെറുമാനും കലക്കുട്ടിക്കും തുല്യനായി ഓടി വരിക. ഓടിപ്പോകാന്നുള്ളതല്ല. മേക്ക് ഹേസ്റ്റ് മൈ ബെലവഡ് ആൻഡ് ബി ലൈക്ക് എ ഗാസലർ ഓർ എ യങ് സ്റ്റാഗ് ഓൺ ദ മൗണ്ടൻ ഓഫ് സ്പൈസ്. മൗണ്ടൻ ഓഫ് സ്പൈസ്, സൗരഭ്യപൂർണമായ പരിമള പർവ്വതം എന്ന് പറയുന്നത് കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയാണ് കാണിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച, മൗണ്ടൻ ഓഫ് സ്പൈസസ്, അവന്റെ 1000 ആണ്ട് വാഴ്ചയാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ നമുക്കറിയാം ഈ ലോകം മുഴുവൻ സൗരഭ്യപൂർണമാകുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒലിമലയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ വായിക്കുന്നുണ്ട് സക്കറിയാവ് 14. കർത്താവിന് ചിലതൊരു സമയം ആ ഭാഗം എടുത്തൊന്ന് പഠിക്കാൻ നോക്കാം. ചില ദിവസങ്ങളായിട്ട് ഞാൻ ആ വാക്യം കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പ് എനിക്ക് അത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പരിമള പർവ്വതമാണ് കർത്താവിന്റെ മടങ്ങിവരവിൽ. ആ പ്രദേശത്തിന് വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് വായിക്കുമ്പോൾ ലോകത്തിന് തന്നെ വരുന്ന വ്യത്യാസം ഒരു പരിമള പർവ്വതം പോലെ ആയിത്തീരുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, മേക്ക് ഹേസ്റ്റ്, നീ വളരെ വേഗത്തിൽ മടങ്ങി വരണം. നമ്മള് വെളിപ്പാട് ദിവസം 22:17 എന്താ വായിക്കുന്നത്? വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, ആമീൻ കർത്താവ് യേശുവേ വരണമേ. വെളിപ്പാട് 22 കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. നമ്മുടെ പ്രാർത്ഥനയും അതാണ്. ഈ പുസ്തകം അവസാനിക്കുന്നതും കർത്താവെ നീ വേഗം മടങ്ങി വരണം. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ഓ കം ലോർഡ്. കർത്താവ് മടങ്ങി വന്ന് സഹസ്രാബ്ദത്തിന്റെ സൗരഭ്യം ഈ ലോകത്തിൽ വീശുന്ന കാര്യം അവിടെ എടുത്തു പറയുകയാണ്. മുള്ളുകളില്ലാത്ത, ശാപമില്ലാത്ത, കഷ്ടതയില്ലാത്ത, ദുഃഖവും നെടുവീർപ്പുമില്ലാത്ത, സകല വേദനയും മാറിയ കർത്താവ് പ്രിയോടൊത്ത് വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസം. അതിന്റെ മഹത്വമാണ് പഴയ നിയമത്തിലൊക്കെ ഉടനീളം എടുത്തു പറഞ്ഞിരിക്കുന്ന വിലയേറിയപ്പെട്ട വസ്തുത. ഫാനി ക്രോസ്ബി പാടിയ പോലെ, അന്ന് മാത്രമേ ആ സ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
അന്ന് മാത്രമേ സന്തോഷത്തിന്റെ ഔന്നത്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നും ആ സ്നേഹത്തിന്റെ വലിപ്പവും ആ സന്തോഷത്തിന്റെ ഔന്നത്യമൊന്നും നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അന്ന് നമ്മളത് മനസ്സിലാക്കും. അതിനുവേണ്ടി കർത്താവ് മടങ്ങി വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയായിരുന്നു, പലരും ഇതിനെ വേണ്ടവണ്ണം ധ്യാനിക്കാതെ, വേണ്ടവണ്ണം മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ അനേക ഭക്തന്മാർ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. പാട്ടുപുസ്തകം ശ്രദ്ധിച്ചാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ഉത്തമഗീതത്തെ ബേസ് ചെയ്ത് ഒരുപാട് പാട്ടുണ്ട്. ആ ഭക്തന്മാരത് മനസ്സിലാക്കിയോണ്ട ഐ ഫൗണ്ട് എ ഫ്രണ്ട് ഇൻ ജീസസ്, ഹി ഈസ് എവറിത്തിങ് ടു മീ എന്നുള്ളത് ഈ ഉത്തമഗീതത്തെ ബേസ് ചെയ്തുള്ള പാട്ടാണ്. സ്നേഹക്കൊടി എനിക്ക് മീതെ വിരിച്ചു പ്രിയൻ, ഞാനും വാഴുന്നു സുഖേന, അത് ഉത്തമഗീതത്തെ ചേർത്തുള്ള പാട്ടാണ്. ഷാരോനിലെ റോസനീ എന്ന് പറയുന്ന പാട്ട് ഉത്തമഗീതത്തെ കുറിച്ചുള്ള പാട്ടാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മരുവിൽ തൻ കണവന്മേൽ ചാരിവരും സഭയാം തരുണിമണി ഭാഗ്യവതി നമ്മൾ ഇപ്പോൾ പഠിച്ച ഭാഗമാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ചിന്തിച്ചു നോക്കി, നമ്മുടെ പാട്ടുപുസ്തകം എടുത്തു നോക്കിയാൽ ദൈവദാസന്മാർ എത്രയോ വ്യക്തികൾ ഈ ഉത്തമഗീതത്തിന്റെ ഹൃദയവൃത്താന്തത്തെ ആസ്പദമാക്കി അനേക ആത്മീയ പാട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ പാടിയിട്ടുണ്ട്. യേശുക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ദൈവദാസന്മാരാണ്. ദുഃഖപരമായി എനിക്ക് തോന്നി, ആ ഭക്തന്മാരൊക്കെ ഇത് പാടി ആസ്വദിക്കുകയും ക്രിസ്തു സഭയുമായിട്ടുള്ള മഹത്വപൂർണമായ ബന്ധത്തിന്റെ അഗാധത അവരിവിടെ ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ഇത് വെറും ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ നിലവാരത്തിലേക്ക് ഇതിനെ താഴ്ത്തി ഈ ആത്മീയ സത്യം മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് വാസ്തവത്തിൽ ഇതിന്റെ ആശയമോ ഇതിന്റെ ബ്യൂട്ടിയോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാനൊരു ചെറിയ അളവിൽ മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഈ പാഠങ്ങൾ ധ്യാനിക്കുക, പഠിക്കുക, കുറച്ചുകൂടെ ചിന്തിക്കുക. ഞാൻ പറയട്ടെ, ഓരോ ദിവസം കഴിയുന്തോറും അത് കുറച്ചുകൂടെ ആഴമായി പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, വളരെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളൊരു ചെറിയ കൂട്ടമായി ഇവിടെ കൂടി വന്ന് നിന്റെ വിലയേറിയ വചനത്തിൽ ഉത്തമഗീതത്തിന്റെ ഭാഗങ്ങളെ ഞങ്ങൾ ചില ദിവസങ്ങളായി ധ്യാനിക്കുകയായിരുന്നു. സഭയും ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ആഴം ഞങ്ങളവിടെ കണ്ടു. പിതാവേ, ഇതിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പം ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. ഞങ്ങളെ എത്രയോ നീ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഇന്നും ധ്യാനിച്ച പോലെ ഏറിയ വെള്ളങ്ങൾക്ക് കെടുത്തുവാൻ കഴിയാത്ത അഗ്നിജ്വലനമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ജ്വലിച്ച അഗ്നി. കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അവിടുന്ന് അനുഭവിച്ച വ്യഥയോ വേദനയോ, പിതാവേ, നിന്റെ പുത്രൻ അനുഭവിച്ച കഷ്ടങ്ങളൊന്നും ആ ദിവ്യജ്വലനത്തെ കെടുത്തുവാൻ കഴിയാതെ വണ്ണം ആ ജ്വലനം അത്ര ആഴമേറിയ ജ്വലനമായിരുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ജ്വലനമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കത്തി എരിയുകയായിരുന്നു. ആ സ്നേഹത്തിന്റെ ആഴം ഒരു ചെറിയ അളവിൽ ഞങ്ങൾ ഈ പുസ്തകത്തിൽ കാണുകയായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട ഈ ഗീതത്തിൽ അതിന്റെ ഓരോ വരികളും എത്ര സൗന്ദര്യപൂർണ്ണമാണെന്ന് ഞങ്ങൾ ഓർക്കുകയായിരുന്നു. അന്തർലീനമായിരിക്കുന്ന അർത്ഥങ്ങളും ആശയങ്ങളും എത്ര വലുതാണ്. ഈ ലോകത്തിന്റെ മനുഷ്യൻ അതിനെ കൂട്ടിക്കളയുമ്പോൾ നിന്റെ ഭക്തന്മാർക്ക് പാടി ആസ്വദിപ്പാൻ, നിന്റെ ആ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ, ഞങ്ങൾ ഓർത്തതുപോലെ പാറയിലെ തേന് നുകരുവാൻ, കർത്താവിലുള്ള മാധുര്യം ആസ്വദിപ്പാൻ നീ അതിൽ സഹായിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഒരു അല്പമൊക്കെ ഈ ദിവസങ്ങളിൽ നുകരുകയും പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയായിരുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് നിന്നെ കണ്ടുമുട്ടി നിന്റെ മാർവോട് ചാരി മരുഭൂമിയിൽ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്ന വിശുദ്ധന്മാരായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. നിന്റെ മാർവിൽ ഞങ്ങൾ ചാരുന്നതുകൊണ്ട് ഈ ലോകത്തിന്റെ ചൂടും പ്രയാസങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. നിന്റെ സന്നിധിയിലെ പ്രമോദങ്ങളുണ്ട്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആത്മാവിൽ നിന്ന് അത് ആസ്വദിക്കുന്നെങ്കിലും ഒരിക്കൽ നീ മടങ്ങി വരും. അശൂനമി പ്രാർത്ഥിച്ച പോലെ പരിമള പർവ്വതത്തിലെ ആ മാനിനെ പോലെ നീ വേഗം മടങ്ങി വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കർത്താവെ, നീ വേഗം വന്നിരുന്നെങ്കിൽ എല്ലാ കഷ്ടങ്ങളും അവസാനിച്ചേനെ. എന്നാൽ നീ വരുന്നതുവരെയും നിന്റെ സ്വരം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ, അങ്ങനെ കേൾക്കുവാൻ കഴിയുന്ന ഒരു കാത് ഞങ്ങൾക്ക് എപ്പോഴും തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ അനുസരിക്കുന്ന, നിന്നോട് മറുതലിച്ചു നിൽക്കാത്ത ഹൃദയമുള്ള, നിന്റെ സന്നിൽ വിനയമുള്ള ഒരു കാതുള്ളവരായി ഞങ്ങൾ ഇരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കരങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് മനസ്സിലായി നിന്നെ ഞങ്ങൾ വളരുവാൻ ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളെ സഹായിക്കണമേ. നീ ആഗ്രഹിക്കുന്ന ആത്മീയ വളർച്ച ഞങ്ങൾ ഉണ്ടാകുവാൻ സഹായിക്കണം. ഞങ്ങൾ ഓർത്തതുപോലെ അപക്വതയുള്ള എത്രയോ വിശുദ്ധന്മാർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. കാലം നോക്കിയാൽ വളർന്നു കഴിയേണ്ട പലരും ഇന്നും ശിശുക്കളായി തന്നെ കഴിയുകയാണ്. അവരെക്കുറിച്ച് ശൂന്യമീ ഭാരമുള്ളവളായി മാറിയ പോലെ ഞങ്ങളും അവരെ ഓർത്ത് ഭാരപ്പെടുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തന്മാർ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഞങ്ങളെ അതിനായി നീ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇത് കൂടുതൽ ആസ്വാദ്യകരമായി മാറുവാൻ
കൂടുതലായി ധ്യാനിച്ചും പഠിച്ചും കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചും മാനിച്ചും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചല്ലോ, അവിടുത്തെ എല്ലാ ഉപകാരത്തിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.